Hi everyone, welcome. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ്സ് അഥവാ ചലനത്തിനു പിന്നിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. റിവിഷനായിട്ടാണ് നാം പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് തുറന്നു വയ്ക്കുക, നമുക്ക് ടെക്സ്റ്റ് നോക്കി പഠിക്കാം. കാരണം ബയോളജിയാണ്, ടെക്സ്റ്റ് നോക്കി പഠിക്കുന്നതാണ് ഏറ്റവും പറയുക ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻസ് നന്നായി പഠിക്കുക, അതിൽ എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് ടെക്സ്റ്റിലുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. കണ്ടാൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അതേ സാധനം തന്നെയാണ്. മൂവ്മെൻറ്റ് ഇൻ ദ ലിവിങ് വേൾഡ്, ഇതാണ് നിങ്ങൾക്ക് ബാക്കിയൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ തൊട്ടാണ് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയൊന്നും പഠിക്കാനുള്ള വേണ്ടത് മാത്രം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചലനത്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ചലനം അല്ലേ, എന്താണ് ചലനം എന്ന് പറയുന്നത്? മനുഷ്യന്മാരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് ചലനമാണ് അല്ലേ, ഞാനിവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്നത് ചലനമാണ്, ഇങ്ങോട്ട് നടക്കുന്നത് ചലനമാണ്. കയ്യും കാലും അനങ്ങിയോ അല്ലെങ്കിൽ സ്ഥലം മാറിയോ അതെന്താണ്? ചലനമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പേരെയാണ് കാര്യമായിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ആരൊക്കെയാണ്? മൂവ്മെൻറ്റ് യൂസിങ് ഫ്ലജെല്ല ഇൻ ബാക്ടീരിയ. ഫ്ലജെല്ലേൻ്റെ ബാക്ടീരിയയിൽ ഉണ്ടാവുന്ന എന്ത് സ്റ്റാർട്ട്. അപ്പം ബാക്ടീരിയൻ്റെയാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. എന്താണ്? ഫ്ലജെല്ല യൂസ് ചെയ്തിട്ടാണ് ബാക്ടീരിയ മൂവ് ചെയ്യുക. ഫ്ലജെല്ല, ഓക്കെ, ഇതൊന്ന് നമുക്ക് പറയാനുണ്ട്. പിന്നെ സ്യൂഡോപോഡിയ ഇൻ അമീബ ഉപയോഗിക്കുന്ന സ്യൂഡോപോഡിയ, ഇത് 1, ഇത് 2, മൂന്നാമത്തത് സീലിയ ഇൻ പാരമീസിയം. ഇത്രയും 3 പേരാണ് നമ്മൾ സൂക്ഷ്മജീവികൾ. മലയാളത്തിൽ ഇംഗ്ലീഷിലും ഇത് തന്നെ കേട്ടോ, ജസ്റ്റ് പേര് മലയാളത്തിൽ എഴുതുന്നു തന്നെ ഉള്ളൂ മലയാളം മീഡിയത്തിന്. അപ്പോൾ ഇതിൽ നമുക്ക് സൂക്ഷ്മജീവികളുടെ ചലനത്തിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാണ് ബാക്ടീരിയ ഫ്ലജെല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അപ്പോൾ ബാക്ടീരിയൻ്റെ മൂട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. നമുക്കിങ്ങനെ നമ്മൾ ഈ മറ്റേ ബോട്ടൊക്കെ അല്ലേ, പ്രൊപ്പലർ യൂസ് ചെയ്ത് പോണ ബോട്ട് ഉണ്ടായിരിക്കും, മെഷീൻ ഓണാക്കി അങ്ങനെ സ്പീഡിൽ പോണ സ്പീഡ് ബോട്ട്സ് ഇല്ലേ, അതിൻ്റെ താഴെ എന്തായിരിക്കും ഒരു 3 ഇതുള്ള ഒരു സാധനമായിരിക്കും. അതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ബോട്ട് പോകും. അതേപോലെയാണ് ബാക്ടീരിയൻ്റെ ഫ്ലജെല്ല എന്ന് പറയുന്നത്. ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു എങ്ങനെ കാണിച്ചു തരാം, ഇങ്ങനത്തെ ഒരു ജന്തുവാണ്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വാലുണ്ടായിരിക്കും. ആ വാലിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ബാക്ടീരിയ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതൊന്ന്. 2, അമീബയിൽ ഉണ്ടാകുന്ന സ്യൂഡോപോഡിയ. ഓക്കെ, അമീബ സ്യൂഡോപോഡിയ ഇര വിഴുങ്ങുക ചെയ്യുക. അമീബ അതായത് വെള്ളത്തിൽ അല്ലെങ്കിൽ ഇതിലാണ് അങ്ങനെ പോണ, അവിടെ നിന്ന് ഇങ്ങനെ ആ ഇരേനെ നമ്മളിങ്ങനെ അമീബ ഇങ്ങനെ വിഴുങ്ങുക ചെയ്യുക, ഇര വിഴുങ്ങുക ചെയ്യുക സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട്. ഓക്കെ, കപടപാദം എന്ന് പറയും മലയാളത്തിൽ, കപടപാദം. പിന്നെ സീലിയ, പാരമീസിയത്തിലുള്ള സീലിയ. ഈ സീലിയ നമുക്ക് മനുഷ്യന്മാരുടെ നമുക്കൊക്കെ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, നമ്മൾ ട്രക്കിയൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ നമുക്കും സീലിയ ഉണ്ട്. അപ്പോൾ സൂക്ഷ്മജീവികളുടെ കാര്യത്തിൽ 3 ആൾക്കാരാണ്: അമീബ, പാരമീസിയം, പിന്നെ ബാക്ടീരിയ. ഓക്കെ, ഇനി ആനിമൽസ് പെടുന്ന ആൾക്കാരാണ് നമ്മളും. നമുക്ക് എങ്ങനെയാണ്? നമ്മൾക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ എന്ത് ചലിക്കുന്നതിന് നമ്മൾ ചലനം എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. മനുഷ്യന്മാരിൽ അല്ലെങ്കിൽ ജന്തുക്കളിലുള്ള ചലനങ്ങൾക്ക് ഉദാഹരണമാണ് ഒന്ന് മൂവ്മെൻറ്റ് ഓഫ് സ്പേം, പുംബീജത്തിൻ്റെ ചലനം. പിന്നെ പെരിസ്റ്റോൾസിസ് പറഞ്ഞാൽ നമ്മളെ അന്നനാളത്തിലൂടെ ഈസോഫാഗസിലൂടെ ഭക്ഷണം പോകുന്ന പ്രോസസ്സ്, പെരിസ്റ്റാൾസിസ്. പിന്നെന്താണ്? ഹാർട്ട് ബീറ്റ്, ഹൃദയം ഇടിക്കുന്നില്ലേ? തൊട്ട് നോക്കൂ, ഹൃദയം ഇടിക്കുന്നുണ്ട് അല്ലേ? പിന്നെന്താ? സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, രക്തം പോകുന്നത്. പിന്നെന്താണ്? വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, നടക്കുക, ഓടുക, ചാടുക. ഇതെല്ലാം എന്താണ്? ചലനത്തിന് ഉദാഹരണമാണ്. അത്രയാണ് ആനിമൽസിൽ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളതാണ് പ്ലാന്റ്സ്. ഇന്ന് നോക്കിയ പ്ലാന്റിനെ നാളെ തിരിഞ്ഞു നോക്കിയാൽ അത് വേറെ സ്ഥലത്ത് പോയിരിക്കുമോ? ഇല്ല. മനുഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ ജന്തുക്കളെ പോലെ സൂക്ഷ്മജീവികളെ പോലെ ഇന്ന് ഇവിടെ ഇരുന്ന പ്ലാന്റ് നാളെ അപ്പുറത്തിരിക്കില്ല. പക്ഷേ വിത്ത് മുളയ്ക്കും ഇല്ലേ? നിങ്ങൾ ഈ വിത്ത് മുളയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ മറ്റേ ടൈം ലാപ്സിലിട്ട് കണ്ടിട്ടുണ്ടാവും, കണ്ടവരായിരിക്കാം മേ ബി. അപ്പം എന്താ ചെയ്യുക? അതിങ്ങനെ ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു 15 ദിവസം എടുത്ത് മുളച്ച് ഒരു ചെടി വലുതാവണത് ടൈം ലാപ്സിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നീങ്ങുന്ന പോലെ നമുക്ക് തോന്നും. അതേപോലെ അത് ഒരു ചലനമാണ്, ഒരു തരം ചലനമാണ് സീഡ് ജെർമിനേഷൻ, വിത്ത് മുളയ്ക്കുക എന്ന് പറയുന്നത്. പിന്നെ ചേഞ്ച് ഇൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അക്കോർഡിംഗ് ടു സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലസ്, ഒരു ഉദ്ദീപനത്തിനനുസരിച്ച് ചെടികളും ഇതാക്കുക. അതായത് വീട്ടിൽ മണി പ്ലാന്റ് ഒക്കെ നമ്മൾ സ്ഥിരം വളർത്തുന്ന സാധനമാണ്. ഇന്നിപ്പോൾ കുറച്ച് ദിവസം വെച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് പോയി നോക്കിയാൽ 2-3 ദിവസം കഴിഞ്ഞ് പോയി നോക്കി എന്താവും? അത് സൂര്യപ്രകാശം അവിടെ നിന്നാണ് വരുന്നത്, അങ്ങോട്ട് ഇങ്ങനെ തല ഇങ്ങനെ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ട് പോണത് പോലെ നിങ്ങൾക്ക്
കാണാം. മിക്കവാറും ജനലിൻ്റെ അടുത്താവും വെക്കുക. അപ്പോൾ ജനലിൻ്റെ പുറത്തേക്കൊക്കെ ചെടീൻ്റെ കൊമ്പും വേരൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? വെള്ളത്തിലിട്ട് വെക്കുന്നതാണെങ്കിലും ശ്രദ്ധിക്കാം. അപ്പോൾ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ചെടി നീങ്ങുന്നതും എന്തിനു ഉദാഹരണമാണ്? ചലനത്തിന് ഉദാഹരണമാണ്. ചെടികൾക്ക് ചലനത്തിൽ ചെടികൾ ഉൾപ്പെടുത്തുമ്പോൾ ചെടി ഇവിടുന്ന് നീച്ചു പോയി അപ്പുറത്തിരിക്കുമെന്ന് ആരും ഓർക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉദ്ദേശിച്ചുള്ളത്. സീഡ് ജെർമിനേഷൻ, വിത്ത് മുളയ്ക്കലും ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ചെടികളുടെ പ്ലാന്റ് പാർട്സ്, സ്റ്റിമുലസിനനുസരിച്ച് പ്ലാന്റ് പാർട്സ് മൂവ് ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ബേസിക് കോമൺ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നല്ല വൃത്തിക്ക് പഠിച്ചതാണ് ഓസ്മോസിസ് ഒക്കെ ഇല്ലേ? ഓസ്മോസിസ് ചില കോമൺ മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി അറിയണം. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ്, വേസ്റ്റ് എക്സ്പെൽ, നമ്മളെ ശരീരത്തിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വേസ്റ്റ് പുറത്തു പോണത്, ഇതൊക്കെ എന്താണ്? ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതാണ് ജസ്റ്റ് ഒരു ബേസ് ആയിട്ടുള്ള പോർഷൻസ്. ഇതിനെ വല്ലാണ്ട് ഫോക്കസ് ചെയ്ത് നോക്കണ്ട. പക്ഷെ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത് ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ ആണല്ലോ? പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് അടുത്ത പോർഷൻ. എന്താണ്? ബോഡി മൂവ്മെൻറ്റ്സ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ്? നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സാധനമാണ്. അതിൽ 2 എണ്ണം, അതിൽ ഈ ഫ്ലജുലാർ മൂവ്മെൻറ്റ്, സീലിയറി മൂവ്മെൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല. അതിൻ്റെ ഇദ്ദേഹം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഒന്ന് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിങ്, സൈറ്റോപ്ലാസ്റ്റിലൂടെയുള്ള ചലനം. അതായത് നമ്മളെ സൈറ്റോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ നമ്മൾ സെല്ലിൽ സൈറ്റോപ്ലാസ്റ്റിനുള്ളിൽ കൂടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിന് ഒരു എക്സാമ്പിളാണ് സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ്, സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. സ്യൂഡോപോഡിയൻ്റെ കാര്യം പറഞ്ഞു, അമീബയിലുള്ള സ്യൂഡോപോഡിയ. അതേപോലെ തന്നെ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്താണുക്കളിൽ ഉണ്ടാകുന്ന സ്യൂഡോപോഡിയൻ്റെ കേസ് നമ്മൾ പറയുന്നുണ്ട്. അവരെന്താണ്? ലോക്കോമോഷൻ, ചലനത്തിന് സഹായിക്കുന്ന ആൾക്കാരാണ് ഈ വെളുത്ത രക്താണുക്കൾ എന്ന് പറയുന്നത്. പിന്നെയുള്ള എന്താണ്? ഫ്ലജെല്ലാർ മൂവ്മെൻ്റ് ഉണ്ട്. ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ്, ഫ്ലജെല്ല, whip-like movement of flagella which help the cell in locomotion by propelling it forward. പ്രൊപ്പൽ ചെയ്യുക. ഇതിങ്ങനെ ഒരു സാധനമാണ്, അതിൻ്റെ ബാക്കിലൊരു വാല് പോലത്തെ സാധനം ഉണ്ട്. അതിങ്ങനെ തിരിയുന്നതിനനുസരിച്ച് ഇയാളും ഇങ്ങനെ പോകും. ഓക്കെ, ബാക്ടീരിയ ഒക്കെ പോണ പോലെ തന്നെ അയാളും ഇങ്ങനെ പോകും. അതാണ് ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ്. എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. പിന്നെ സീലിയറി മൂവ്മെൻറ്റ്, സീലിയ മൂവ് ചെയ്യണ, സീലിയ ഇങ്ങനെ ബീറ്റ് ചെയ്യും. സീലിയ എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ എന്താ പറയുക, ഇങ്ങനെ ചെറിയ മുടിയില്ലേ, അതേപോലത്തെ ഒരാളാണ്. അത് മൂവ് ചെയ്യുമ്പോൾ ചലനത്തിന് സഹായിക്കുന്നു. പിന്നെ ലാസ്റ്റ് വൺ മസ്കുലാർ മൂവ്മെൻറ്റ്, മസിൽ മൂവ് ചെയ്യുന്നു അല്ലേ? നമ്മൾ മസിൽ കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് അങ്ങനെ മൂവ്മെൻറ്റും ഉണ്ട്. ഇങ്ങനെ 5 ടൈപ്പ് മൂവ്മെൻറ്റ് ഉണ്ട്. ഇത് നിങ്ങളെ ടെക്സ്റ്റിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യാനാണ്. അതവിടെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. അഥവാ നമ്മുടെ മസിൽ ടിഷ്യൂസിലുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ആരാണ് ആക്റ്റിൻ, ആരാണ് മയോസിൻ, എന്താണ് ഇവരുടെ പണി, അതാണ് നമ്മളിനി പഠിക്കാൻ പോണത്. ദ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് ആൻഡ് ലോക്കോമോഷൻ ഇൻ ഹ്യൂമൻസ് ഈസ് കോസ്ഡ് ബൈ ദ ഫങ്ഷനിങ് ഓഫ് മസിൽസ്. ഞാനിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നടക്കാനുള്ള കാരണം, എൻ്റെ കൈ ഇങ്ങനെ അനങ്ങാൻ, ഇതിനൊക്കെ എന്നെ സഹായിക്കുന്നത് ആരാണ്? എൻ്റെ ശരീരത്തിലുള്ള മസിൽസ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ആര്? ആക്റ്റിനും മയോസിനും. എന്താണ്? മസിൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. ശരീരം ചലിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം ടിഷ്യൂസ് ആണ് ആര്? മസിൽസ് എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്പ് മസിൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ എന്താണ് ഈ മസിൽസ് ഉണ്ടായത്? എന്താണ്? പ്രോട്ടീൻസ് കൊണ്ടുള്ള മൈക്രോ ഫിലമെന്റ്സ് കൊണ്ടാണ്. നമുക്കിവിടെ പഠിക്കാനുള്ള 2 മസിൽസ് ആണ്. ഒന്ന് ആക്റ്റിനും ഒന്ന് മയോസിനും. ഈ ആക്റ്റിനും മയോസിൻ്റെയും ചലനം നമ്മുടെ ശരീരത്തിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. 2 എന്താണ് മസിൽ ടിഷ്യൂസിൻ്റെ പേര് പഠിക്കാൻ ചോദിച്ചാൽ ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ കാര്യമായിട്ട് അതാണ് പറയാനുള്ളത്. കണ്ടോ? ആക്റ്റിനും മയോസിനും, പ്രോട്ടീൻ ഫിലമെന്റ്സ് ആയിട്ടുള്ള ആക്റ്റിനും മയോസിനും കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്ന ആൾക്കാരാണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന് പറയുന്ന ഇവർ 2 പേരും. ഓക്കെ, അവിടെ അത്ര 2 മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഓക്കെ എന്താണ്? ടൈപ്സ് ഓഫ് മസിൽസ്. ഇവിടം തൊട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതുവരെ ഉള്ളതൊന്നും കേട്ടില്ലെങ്കിൽ ഇവിടം തൊട്ടുള്ളത് നന്നായിട്ട്
ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് 3 ടൈപ്പ് മെയിനായിട്ട് നമുക്ക് 3 ടൈപ്പ് മസിൽസ് ആണ് നിങ്ങളെ ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 1 സ്കെലറ്റൽ മസിൽ, 2 സ്മൂത്ത് മസിൽ, 3 കാർഡിയാക് മസിൽ. സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞിട്ട് 3 ആൾക്കാരാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ചിത്രമൊക്കെ നോക്കിക്കോളൂ, ബയോളജിയാണ്, ചിത്രം തരും, ഇതെന്താന്ന് ചോദിക്കും, അപ്പം ആന നോക്കിയിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ, 3 ടൈപ്പ് മസിൽസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവർ പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിനനുസരിച്ച് പഠിച്ചാൽ മതി. ഈ ചിത്രം നോക്കൂ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഈ ഷേപ്പ് നോക്കൂ, ഇത് കണ്ടോ? ഒരു സിലിണ്ടർ മാതിരിയില്ലേ സ്കെലറ്റൽ മസിൽ, സ്കെലറ്റലിൽ ഉണ്ടാകുന്ന മസിൽ ഒരു സിലിണ്ടർ മാതിരി ഉണ്ട്. ഇതിനെ നമ്മൾ സ്പിൻഡിൽ ഷേപ്പ് എന്നാ പറയുക. സ്പിൻഡിൽ ഷേപ്പ്, ഇങ്ങനെ പിരിഞ്ഞ് കിടക്കണ പോലെ അല്ലേ, കണ്ടോ? ഇതെന്താണ്? ബ്രാഞ്ചിനാണ് അല്ലേ, കൊമ്പ് അല്ലേ, ഭയങ്കര ശാഖകൾ പോലെ ഉണ്ട് അല്ലേ, ശാഖകൾ ഉള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ സിലിണ്ടർ ഷേപ്പ്, സ്പിൻഡിൽ ആകൃതി, ശാഖകൾ ഉള്ളത്. ഇതാണ് ഇവരുടെ ഷേപ്പ്. നോക്കി വെക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക, ചോദിക്കും പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ അതവിടെ നെയിം ഓഫ് മസിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ഷേപ്പ് ഓഫ് ദ സെല്ല്, പ്രസൻസ് ഓഫ് സ്ട്രയേഷൻസ്, ബ്രാഞ്ചസ്, കൺട്രോൾ ഓഫ് ദ മസിൽ അക്കോർഡിംഗ് ടു വൺസ് വില്ല്. ഇത്ര കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇതിങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ സുഖം എന്താണ്? ഇത് നോക്കുക, ആ ബോക്സ് ഫില്ല് ചെയ്യുക. ഇപ്പം തന്നെ പഠിക്കണേ ഞാൻ കാണിച്ചു തരാം. മസിൽസ് അറ്റാച്ച്ഡ് ടു ദ ബോൺസ്. ബോൺ നമ്മുടെ അസ്ഥികൾക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത മസിൽസ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കും? സ്കെലറ്റൽ മസിൽ ആയിരിക്കില്ലേ? നമ്മളെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആരാ? സ്കെലറ്റൽ മസിലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? സ്കെലറ്റൽ മസിൽ എന്ന് കൊടുക്കുക അല്ലേ. സ്കെലറ്റൽ ഫുൾ എന്ന് എഴുതുന്നില്ല, സ്കെലറ്റൽ മസിൽ എന്ന് കൊടുക്കുക. ഈ സ്കെലറ്റൽ മസിലിൻ്റെ ഷേപ്പ് എന്താ? ഞാനിപ്പോൾ പറഞ്ഞു. എന്താ ഷേപ്പ്? സിലിണ്ട്രിക്കൽ ഷേപ്പാണ് അല്ലേ, സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. സ്കെലറ്റൽ മസിലിൻ്റെ ഷേപ്പ് എന്താണ്? സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. സ്ട്രയേഷൻസ് ഉണ്ടോയെന്ന്, കുറുവരകൾ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്ട്രയേഷൻസ്, ഇങ്ങനെ വരകൾ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഉണ്ട്. ഈ സാധനമാണ് സ്ട്രയേഷൻസ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ കുറുവരകൾ ഉണ്ട്. അപ്പോൾ സ്ട്രയേഷൻസ് ഉണ്ടോ? പ്രസൻസ് ഓഫ് സ്ട്രയേഷൻസ്, യെസ്, സ്ട്രയേഷൻസ് ഉണ്ട്. ബ്രാഞ്ചസ് ഉണ്ടോ? ബ്രാഞ്ച്ഡാ ആണോ? അല്ല, അൺബ്രാഞ്ച്ഡ് ആണ്. അപ്പം ബ്രാഞ്ചസ് ഇല്ല. കൺട്രോൾ ഓഫ് ദ മസിൽ അക്കോർഡിംഗ് ടു വൺസ് വിൽ. ഇതിന് നമ്മൾ വോളണ്ടറി മസിൽസ് എന്നും ഇൻവോളണ്ടറി മസിൽസ് എന്നും പറയും. ഓക്കെ, വോളണ്ടറി, ഞാൻ വോളണ്ടിയർ ഇല്ലേ, NSS വോളണ്ടിയർ എന്നൊക്കെ പറയില്ലേ, ഞാൻ വോളണ്ടിയർ ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി വരുന്നു, അതിനാണ് വോളണ്ടറി എന്ന് പറയാം. ഇൻവോളണ്ടറി 2 ടേം ഓർത്ത് വയ്ക്കാം. വോളണ്ടറി എന്നുണ്ട്, വോളണ്ടറി മസിൽസും ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസും ഉണ്ട്. ഓക്കെ, വോളണ്ടറി മസിൽസും ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസും ഉണ്ട്. അതിൽ കൺട്രോൾ ഓഫ് ദ മസിൽസ് അക്കോർഡിംഗ് ടു വൺസ് വിൽ. എനിക്ക് ഇത് നീക്കണം എന്ന് തോന്നുകയാണ്, ഞാൻ നീക്കുകയാണ്. പറ്റുമോ? കൈ എന്താ? സ്കെലറ്റൽ മസിലാ. എനിക്ക് കൈ ഇവിടുന്ന് അനക്കാൻ തോന്നി, ഞാൻ അനക്കി. ഇതിന് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നീക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ എന്താണ്? കൺട്രോൾ ഓഫ് ദ മസിൽ അക്കോർഡിംഗ് ടു വൺസ് വിൽ. പറ്റും. വോളണ്ടിയർ ചെയ്ത് എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ നീക്കി, അതുകൊണ്ട് അതിനെ നമ്മൾ വോളണ്ടറി മസിൽസ് എന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ യെസ് എന്ന് കൊടുത്താൽ മതി, ഇവിടെ യെസ് എന്ന് കൊടുത്താൽ മതി. ഞാൻ ആ ടേം തന്നു എന്നേ ഉള്ളൂ, വോളണ്ടറി മസിൽസ്. അത്ര പഠിച്ചില്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട്, അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കാം. ഇതേത് മസിലാ ചോദിക്കാം. അപ്പം നിങ്ങൾ ഏന്ന് കൊടുത്തിട്ട് ABCD തന്നിട്ടായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ വരിക. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, ഇപ്പോൾ ചോദിക്കുകയാണ് വാട്ട് കൈൻഡ് ഓഫ് മസിൽ ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണത് എന്ത്? സ്കെലറ്റൽ മസിൽ. ഈ ചിത്രമാണെങ്കിൽ കേട്ടോ സ്കെലറ്റൽ മസിൽ എന്ന് പറയണ്ടേ. എന്നിട്ട് പിന്നെ ചോദിക്കും ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കാം. പ്രത്യേകത ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് 3 പോയിന്റ്സ് എങ്കിലും എഴുതണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. മസിൽ അറ്റാച്ച്ഡ് ടു ദ ബോൺസ് ആർ കോൾഡ് സ്കെലറ്റൽ മസിൽസ്. ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. മസിൽ അറ്റാച്ച് ടു ദ ബോൺസ് ആർ കോൾഡ് സ്കെലറ്റൽ മസിൽസ്. പിന്നെന്താണ്? ദീസ് ആർ സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്. രണ്ടാമത്തെ പോയിന്റ് അത് കൊടുക്കാം. ദീസ് ആർ സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്. ദേ ഹാവ് സ്ട്രയേഷൻസ്, അല്ലെങ്കിൽ സ്ട്രയേഷൻസ് ആർ പ്രസൻറ്റ്. ഓക്കെ, പ്രസൻസ് ഓഫ് സ്ട്രയേഷൻസ് അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, അൺബ്രാഞ്ച്ഡ് എന്ന് എഴുതാം. ഓക്കെ, അൺബ്രാഞ്ച്ഡ് നാലാമത്തെ പോയിന്റ് എഴുതാം. പിന്നെ ദീസ് ആർ വോളണ്ടറി മസിൽസ് ഓർ ദ കൺട്രോൾ ഓഫ് ദ മസിൽ അക്കോർഡിംഗ് ടു വൺസ് വിൽ എന്നും എഴുതി വെക്കാം. ഈ പെട്ടി പഠിച്ചു പോകുക, അതിനെ സെന്റൻസ് ആക്കി എഴുതി വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, രണ്ടാമത്തേതാണ് സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽസിൻ്റെ ഡെഫിനേഷൻ എന്താ? മസിൽസ് ഇൻ ദ ഹോളോ ഇന്റേണൽ ഓർഗൻസ്. നമ്മുടെ
ആന്തരിക അവയവങ്ങളിൽ കാണപ്പെടുന്നതാണ് സ്മൂത്ത് മസിൽസ്. അപ്പോൾ അവരുടെ പേരെന്ത് കൊടുക്കണം? സ്മൂത്ത് മസിൽസ് എന്ന പേര് കൊടുത്തു. പിന്നെന്താണ്? ഷേപ്പ് ഓഫ് ദ സെൽസ്. ഈ ഷേപ്പ് ഏതാ? ഈ ഷേപ്പിനെ നമ്മൾ സ്പിൻഡിൽ ഷേപ്പ് എന്നാണ് പറയുക കേട്ടോ. സ്പിൻഡിൽ, SPINDLE, സ്പിൻഡിൽ ഷേപ്പ് എന്നാണ് പറയാം. ഇവർക്ക് സ്ട്രയേഷൻസ് ഉണ്ടോ? കണ്ടിട്ട് തോന്നുന്നുണ്ടോ? വരണ്ടോ? കുറുവരകളുണ്ടോ? ഇല്ല. സ്ട്രയേഷൻസ് ഇല്ല. നോ, സ്ട്രയേഷൻസ് അവിടെ അല്ല. ബ്രാഞ്ച്ഡ് ആണോ അവർ? ആണോ? അല്ല. എന്താണ്? അൺബ്രാഞ്ച്ഡ് ആണ് അല്ലേ? ബ്രാഞ്ച് ഒന്നും അല്ല. അങ്ങനെ പോവാണ് അവർ. പിന്നെന്താണ്? കൺട്രോൾ, സ്വന്തം ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഹൃദയത്തിനോട് ഹൃദയമേ ഇടിക്കല്ലേ എന്ന് പറയാണ്. ഹൃദയം കേൾക്കോ? ഞാൻ ഇപ്പം പറഞ്ഞാ ഇടിക്കല്ലേ, നിന്നോ? ഇല്ല. നിൽക്കണമെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കൂല അല്ലേ? പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ട്? ആമാശയവും സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒക്കെ ഉണ്ട്. ഇവരോട് പറയണം എൻ്റെ ഭക്ഷണം ഒന്നും ദഹിക്കണ്ട, ഞാൻ തീരുമാനിക്കണമെന്ന് ഭക്ഷണം ദഹിക്കണ്ട പറഞ്ഞാൽ കേൾക്കോ? ഇല്ല അല്ലേ? അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്റേണൽ ഓർഗൻ എന്ന് പറയുന്നത് അതാ. ലങ്സിനോട് പറയണേ, ലങ്സേ വർക്ക് ചെയ്യല്ലേ, ബ്രീത്ത് ചെയ്യല്ലേ, അവിടെ നിൽക്ക്, എനിക്കിപ്പോൾ തോന്നുന്നില്ല. നമ്മളോട് അമ്മ പറയണ ഒരു സാധനം എടുത്തുകൊണ്ട് ചെല്ലാൻ. ഓ എനിക്കിൻ്റെ കാലനക്കാൻ വയ്യ, അത് നിങ്ങൾക്ക് വയ്യ നിങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് നിങ്ങൾ ആ മസിൽ അനങ്ങൂല. അതേപോലെയാണോ ഹൃദയത്തിനോട് ഇടിക്കല്ലേ, ശ്വാസകോശത്തിനോട് പണിയെടുക്കല്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കോ? ഇല്ല. അവിടുത്തെ മസിൽസ് നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. അവരെന്താണ്? ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഓക്കെ, ആരെന്ത് പറഞ്ഞാലും ഞാൻ പണിയെടുക്കുന്നു പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്മൂത്ത് മസിൽസ്, ഇന്റേണൽ ഓർഗൻസ് ഉദ്ദേശിച്ച ഹാർട്ട്, അവിടെയൊക്കെയുള്ള ആൾക്കാരെയാണ്. ഓക്കെ, ലാസ്റ്റ് ഹാർട്ട് എന്നല്ല, സോറി, ബാക്കിയുള്ള ആന്തരിക അവയവങ്ങളൊക്കെ. ഈ ഇൻവോളണ്ടറി മസിൽസിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ആര്? കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാൽ എവിടുത്തെ ആളാണ്? ഹാർട്ടത്തെ ആളാണ് അല്ലേ? അയാളും അപ്പം എന്തായിരിക്കും? ഇൻവോളണ്ടറി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോ കൊടുക്കുക. ഹാർട്ടിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മസിൽ ഉണ്ട്, അതാണ് കാർഡിയാക് മസിൽ. സ്മൂത്ത് മസിൽ എന്ന് ഉദ്ദേശിച്ച ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള, ബാക്കിയുള്ള ഹോളോ ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിലുള്ള, ഇപ്പൊ പെരിസ്റ്റാൾസിസിനൊക്കെ ഉള്ളത് അവരോടൊന്നും നമ്മളത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കൂല. അപ്പൊ അതും ഇൻവോളണ്ടറി ആണ്. അടുത്ത് പറയാൻ പോകുന്ന ആളടുത്തേക്കും ചാടി, അതാരാണ്? കാർഡിയാക് മസിൽ, ഹൃദയത്തിലുള്ള ആള്. അയാളോട് എന്താണ് നമ്മൾ നിൽക്കുന്ന് പറഞ്ഞാൽ ഹൃദയം നിൽക്കൂല. അതിനർത്ഥം എന്താണ്? അതെന്താണ്? ഇൻവോളണ്ടറി ആണെന്നാണ് അർത്ഥം. അപ്പോൾ വോളണ്ടറി മസിൽസിന് എക്സാമ്പിൾ, ഇൻവോളണ്ടറി മസിൽസിന് എക്സാമ്പിൾ ചോദിക്കും. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൺട്രോൾ ഓഫ് ദ മസിൽ അക്കോർഡിംഗ് ടു വൺസ് വിൽ. ഓക്കെ, വൺ ക്യാൻ കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ദിസ് മസിൽ. മറ്റേ ഇൻവോളണ്ടറി പറഞ്ഞാൽ വി ക്യാനോട്ട് കൺട്രോൾ ദിസ് മസിൽ. ഇതിന്റെ മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മസിൽസ് ഇൻ ദ വോൾസ് ഓഫ് ദ ഹാർട്ട്, പേര് തന്നെ ഉണ്ട്, കാർഡിയാക്. ഓക്കെ, ഇതെന്താണ്? കാർഡിയാക് മസിൽ. പിന്നെന്താണുള്ളത്? ഷേപ്പ് ഓഫ് ദ സെൽസ്. ഇവിടുത്തെ ഷേപ്പ് എന്താണ്? ബ്രാഞ്ച്ഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ബ്രാഞ്ച്ഡ് ആയിട്ടാണ് അല്ലേ? അപ്പോൾ ഇവരെ നമുക്ക് ബ്രാഞ്ച്ഡ് എന്ന് കൊടുക്കുക. ഇതൊക്കെ പോയിന്റ് ആണ് കേട്ടോ. ഷേപ്പ് ഓഫ് ദ മസിൽ എന്ന് ചോദിക്കുമ്പോൾ ബ്രാഞ്ച്ഡ് എന്ന് കൊടുക്കാം. സ്ട്രയേഷൻസ് ഉണ്ടോ? സ്ട്രയേഷൻസ് ഉണ്ടോ? കാണാണ്ടോ? ഉണ്ട്. അപ്പോൾ സ്ട്രയേഷൻസ് ഉണ്ട്. പിന്നെന്താണ്? ബ്രാഞ്ച്ഡ് ആണ്. യെസ്, കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇത്രയും ആൾക്കാരെ നമ്മൾ പറഞ്ഞു. സ്കെൽറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. വൺ ഓഫ് ദി എന്താ പറയുക, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തതാണെന്ത്? മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ്സ്. നമ്മുടെ ഈ കൈ എങ്ങനെ മൂവ് ചെയ്യുന്നു അല്ലേ? ഞാൻ അപ്പോൾ ഇത്രയും നേരം എങ്ങനെ മൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ബയോളജി പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് ചിന്തിക്കണം, എന്ത് ഈ ടീച്ചറെ കൈ എങ്ങനെ മൂവ് ചെയ്യണേ അല്ലേ? ഞാനൊക്കെ വിചാരിക്കുന്നത് തന്നെ എൻ്റെ കൈയൊക്കെ ഇത് അങ്ങനെ മൂവ് ചെയ്യണോ. പിന്നെ ഈ ക്ലാസ്സിലൊക്കെ ജിമ്മിൽ പോയി വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓരിങ്ങനെ കാണിച്ചു തരില്ലേ, നോക്ക് അല്ലേ, ബൈസെപ്സ് നോക്ക്, ട്രൈസെപ്സ് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരും. എങ്ങനെയാണ് ഈ ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ വർക്ക് ആവുന്നതെന്നാണ്. ഇത്രയും പേര് ഓർത്ത് വെക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. ടെൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ടെൻഡൻ. ഓക്കെ, ഇതൊക്കെ ആരൊക്കെയാന്ന് നമ്മൾ പറയും. ടെൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഓക്കെ, പിന്നെ ഫ്ലെക്സർ മസിൽ, എക്സ്റ്റെൻസർ മസിൽ. ഈ ഫ്ലെക്സർ മസിൽ കണ്ടോ? ഇയാളാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ കാണും. നമ്മൾ ജിമ്മിൽ പോകത്തൊന്നും നമുക്ക് തോന്നുന്നില്ല, പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇവിടെ കണ്ട് എഴുതി വെച്ചോണ്ടു. ഇതാണ് എന്ത്? കണ്ടോ? ഫ്ലെക്സർ മസിൽ അഥവാ ബൈസെപ്സ് എന്ന് പറയും. ഓക്കെ, പരീക്ഷയ്ക്ക് ഇപ്പോൾ പഠിച്ചിട്ട് തലയിൽ കയറണമെന്നുണ്ടെങ്കിൽ കോപ്പിന്ന് എഴുതി കൊണ്ടുവരുത്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഇവിടെയൊക്കെ എഴുതിക്കൊണ്ട് പോകും, എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറിനുമ്പോഴൊക്കെ ഇത് നോക്കുക, അപ്പോൾ മറക്കില്ല. ഇതാരാണ്? ഫ്ലെക്സർ. ബൈസെപ്സ് ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും അല്ലേ? അപ്പോൾ ഇയാളെ നമ്മൾ പഠിക്കാൻ പോണത് ഫ്ലെക്സർ എന്ന് പറഞ്ഞ പേരിലാണ്. ഇയാളെ പേരെന്താണ്? എക്സ്റ്റെൻസർ. ഇതാണ് നമ്മൾ ട്രൈസെപ്സ് ഇങ്ങനെ കാണിച്ചു തരില്ലേ? ഓക്കെ, ഇയാളെ പേരാണ് എന്ത്? എക്സ്റ്റെൻസർ. ഫ്ലെക്സർ, എക്സ്റ്റെൻസർ. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ടെൻഡൻ. പിന്നെ ബോണ്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങളുടെ ബുക്കിലുള്ള ചിത്രമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവരുടെയൊക്കെ പണി എന്താണെന്നാണ് ചോദിക്കുന്നത്.
ഫസ്റ്റ് പറയാൻ പോകുന്നതാണ് ടെൻഡൻ. ടെൻഡന്റെ പണി എന്താണ്? ദ പാർട്ട് ദാറ്റ് കണക്ട് മസിൽസ് ടു ബോൺസ്. പേശികളെ അസ്ഥികളെയും കണക്ട് ചെയ്യുന്നു, മസിൽസിനെയും ബോൺസിനെയും കണക്ട് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഇയാൾ കണ്ടോ, ഇയാളെ അതാ അവിടെ തന്നെ കാണുന്നുണ്ട്. അയാളെ പണി എന്താണ്? ഈ മസിലിനെയും ഇവിടുത്തെ ബോൺസിനെയും കണക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ടെൻഡൻ അനങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും അനങ്ങും. അതാ മസിൽ. നിങ്ങൾ ഇൻഡിക്കേറ്റർ ആട്ടോ, ടെക്സ്റ്റിൽ അവിടെ ഒരു ഈ പിക്ചറിന്റെ തൊട്ട് താഴെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. മസിൽസ് ഇൻവോൾവ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഹാൻഡ്സ്. കൈ മൂവ് ചെയ്യുമ്പോൾ ഇൻവോൾവ് ചെയ്യുന്ന മസിൽ ആരൊക്കെയാ? ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ആരൊക്കെയുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു? ഫ്ലെക്സറും എക്സ്റ്റൻസറും. പിന്നെന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് കണക്ടിങ് ദ 2 ടിപ്സ് ഓഫ് ദ മസിൽസ് ടു ദ ബോൺസ്. ഈ 2 ടിപ്പ്, ഈ മസിലിന്റെ 2 ടിപ്പ് ബോണുമായിട്ട് കണക്ട് ചെയ്തതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? വെൻ മസിൽസ് ആർ കണക്റ്റഡ് ടു ബോൺസ്, കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽ ക്യാൻ പുൾ ദ ബോൺസ് പ്രൊഡ്യൂസിങ് മൂവ്മെന്റ് ഓഫ് ദ ഹാൻഡ്. അല്ലെ, മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു. ഈ ഇവിടുത്തെ മസിൽ ഇവിടുത്തെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. കോഴിയൊക്കെ തിന്നുന്ന ആൾക്കാർ അതിന്റെ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കുക. തിന്നൽ മാത്രമല്ല, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ഇവിടുത്തെ മസിൽ ഇവിടുത്തെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ മസിൽ ഇയാൾ കോൺട്രാക്ട് ചെയ്യുന്നു. കൈ മൂവ് ചെയ്യുമ്പോൾ ഇയാൾ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മസിൽ മൂവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എൻ്റെ കൈ ഇങ്ങനെ മൂവ് ആവുന്നത്. ഓക്കെ, ദ ചേഞ്ച് ദാറ്റ് ഷുഡ് ഒക്കർ ടു ദ 2 മസിൽസ് ഇൻ ഓർഡർ ടു ഫോൾഡ് ദ ഹാൻഡ്സ്. കൈ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യാൻ മടക്കണം. മടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്ലെക്സർ കോൺട്രാക്ട് ആൻഡ് എക്സ്റ്റൻസർ റിലാക്സസ്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ ഫോൾഡ് ചെയ്യണമല്ലോ ഒരു രീതിക്ക്, പല രീതിക്കും ഫോൾഡ് ചെയ്യാം. ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി പറയണം. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള ആള് ഇയാൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുക ചെയ്യുന്ന അല്ലേ? ഇതിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, ഇയാൾ റിലാക്സ് ചെയ്തിരിക്കുന്ന ആളാണ്. ഫോൾഡ് ചെയ്യുമ്പോൾ ഇയാളാണ് ഫ്ലെക്സർ, ഇയാൾ എന്ത് ചെയ്തു? കോൺട്രാക്ട് ചെയ്യുന്നു. എക്സ്റ്റൻസർ എന്തായി? റിലാക്സ് ചെയ്തു. അതിന് പകരം നമ്മൾ കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെയാണ് വലിവ് വരുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? എക്സ്റ്റൻസർ കോൺട്രാക്ട് ചെയ്തു, ഇയാൾ ഫ്ലെക്സർ റിലാക്സ് ചെയ്തു. അങ്ങനെ കമ്പൈൻ ചെയ്ത് ചിന്തിച്ച് പഠിക്കാം. ഓക്കെ, ദ ചേഞ്ചസ് ദാറ്റ് ഷുഡ് ഒക്കർ ടു ദ 2 മസിൽസ് ഇൻ ഓർഡർ ടു സ്ട്രെച്ച് ദ ഹാൻഡ്സ്. കൈ സ്ട്രെച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ കണ്ടോ? ഇങ്ങനെ പിടിച്ചു നോക്കൂ, നോക്കിയിരിക്കാതെ അങ്ങനെ പിടിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു വലിവ് വരുന്നുണ്ട്. കാരണം എന്താണ്? എക്സ്റ്റൻസർ മസിൽ കോൺട്രാക്ട് ചെയ്യുകയോ ഇയാളപ്പോൾ എന്തെങ്കിലും ആവുണ്ടോ? ഇല്ല. അപ്പോൾ ഫ്ലെക്സർ മസിൽ റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. The antagonistic actions of the 2 muscles make the folding and stretching of hands possible. ഒരാൾ മാത്രം ഗ്രൂപ്പ് എഫേർട്ടാണ് ഇവിടെ. 2 പേരും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മൂവ് ചെയ്തുകൊണ്ട് മാത്രമാണ് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ മൂവ്മെന്റ്സ് ഇൻ ദ ബോഡി ആർ മെയ്ഡ് പോസിബിൾ വിത്ത് സച്ച് ആക്ഷൻസ് ഓഫ് ദ മസിൽസ്. അങ്ങനെ നീങ്ങുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ മൂവുന്നത്. കൈയിന്റെ കാല് മാത്രമല്ല, കാലിന്റെ അവസ്ഥയൊക്കെ ഉള്ളത് ഇങ്ങനെയാണ് മൂവ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എഴുതി വെക്കുക, ഇതാണ് ഫ്ലെക്സർ, ഇതാണ് എക്സ്റ്റൻസർ, പിന്നെ ഒരു ടെൻഡൻ ഉണ്ട്. ഈ 2 മസിലും ബോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. അടുത്തതാണ് 2 ടൈപ്സ് ഓഫ് സ്കെൽട്ടൺ. 2 ടൈപ്പ് സ്കെൽട്ടൺ ഉണ്ട്. എന്തൊക്കെയാ? ആക്സിയൽ സ്കെൽട്ടണും അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ. ആക്സിയൽ സ്കെൽട്ടൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ. ഓക്കെ, അക്ഷാസ്ഥികൂടം, അനുബന്ധ അസ്ഥികൂടം എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, എന്താണ് ആക്സിയൽ സ്കെൽട്ടൺ? കൺസിസ്റ്റ് ഓഫ് ദ ബോൺ സീൻ ഇൻ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന് ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ട് അല്ലേ? ഇതാണ് സെൻട്രൽ ആക്സിസ്. ഇവരാണ് ആര്? ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്നത്. അക്ഷാസ്ഥികൂടം. അനുബന്ധാസ്ഥികൂടം അഥവാ അപ്പൻഡിക്കുലർ സ്കെൽട്ടണിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബോൺസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ ആക്സിസ്. ഈ സെൻട്രൽ ആക്സിസിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അതിൽ ആക്സിയൽ സ്കെൽട്ടണിലുള്ള ഒന്നാമത്തെ ആളാണ് ആര്? സ്കൾ അഥവാ തലയോട്ടി. ഓക്കെ, തലയോട് എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ. തലയോട് ഇത് എത്ര ഉണ്ട്? 29 ഉണ്ട്. ഓക്കെ, സ്കള്ള് സെൻട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അത് ഓർക്കണം. ഓക്കെ, സ്കള്ള് 29, തലയോട് മലയാളത്തിൽ. അടുത്താണ് സ്റ്റേണം അഥവാ മാറല്ല്. ഇതില്ലേ ഇയാൾ, ഇതാ സ്റ്റേണം അഥവാ മാറല്ല് എന്ന് പറയും. എത്ര ഉണ്ട്? 10 ഉണ്ടോ? ഒറ്റ നല്ലുള്ളൂ. അപ്പൊ അത് എത്ര ഉണ്ട്? അവിടെ എഴുതാ, നമ്പർ എഴുതാ. എത്ര ഉള്ളത്? 1. ഓക്കെ, 1. അടുത്ത എന്താണ്? റിബ്സ് അഥവാ വാരിയല്ല്. അത് എത്ര ഉണ്ട്? ഇതാ ഇവിടെ, ഇതാണ് ഈ കൂട് കണ്ടോ? അതാണ്. അത് എത്ര ഉണ്ട്? 24 എണ്ണം ഉണ്ട് ഇവിടെ. ഓക്കെ, 24.
ഓക്കെ 24 കണ്ടോ മനസ്സിലായില്ലേ? ഈ സെൻട്രൽ ആക്സിസിനോട് കണക്ട് തൊട്ടിരിക്കുന്ന ഇതാണ് സെൻട്രൽ ആക്സിസ് എന്ന് ഓർക്കുക. ഇതാണ് സെൻട്രൽ ആക്സിസ്. സ്കള്ള് തലയോടുണ്ട് അവിടെ, പിന്നെ എന്തുണ്ട് മാറെല്ലാം അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്, വാരിയെല്ലാം അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്താണ് വെർട്ടിബ്രൽ കോളം അഥവാ നട്ടെല്ല്. നട്ടെല്ല് എത്ര ഉണ്ട്? 26 ഓക്കെ എണ്ണാം. നമുക്ക് എണ്ണി നോക്കിയാൽ 26 ഉണ്ട്. ഇത്രയാണ് ആക്സിയൽ സ്കെൽട്ടൺ അഥവാ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. അടുത്താണ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ. അതെന്താണ്? ഇവരോട് കണക്ട് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്. പെക്ട്രൽ ഗേർഡിൽ നമുക്ക് 4 ഉണ്ട്. പെക്ട്രൽ ഗേർഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ. അടുത്ത പെൽവിക് ഗേർഡിൽ, പെൽവിസ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഉണ്ട്? പെൽവിക് ഗേർഡിൽ എത്ര ഉണ്ട്? 2 ഓക്കെ. പിന്നെ ഫോർ ലിംബ് ഇതൊക്കെ, അതായത് ആരൊക്കെ പെടും ഇതിൽ വരുന്നത്? ഇതിൽ ഇവരൊക്കെ പെടും. ഇവിടെ ഉള്ളത് ഇതൊക്കെ പെടും. ഫോർ ലിംബ് 60, ഹൈൻഡ് ലിംബ് കാലിൻ്റെ കേട്ടോ, ഹൈൻഡ് ലിംബ് 60. ഇത്രയാണുള്ളത്. എണ്ണ ഒന്നും പഠിച്ചില്ലെങ്കിലും പേര് പഠിക്കുക. എണ്ണ പഠിച്ചു വെച്ചോ, വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? 2 ടൈപ്പ് സ്കെൽട്ടൺ ഉണ്ട്, ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലർ. ആക്സിയലിൽ വരുന്നതാണ് സ്കള്ള്, സ്റ്റേർണം, റിബ്സ്, വെർട്ടിബ്രൽ കോളം. അപ്പൻഡിക്കുലറിൽ വരുന്നതാണ് പെക്ട്രൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ, ഫോർ ലിംബ് ആൻഡ് ഹൈൻഡ് ലിംബ്. ഇത്രയും പേരാണ് നമ്മൾ സ്കെൽട്ടൽ സിസ്റ്റത്തിൽ, 2 ടൈപ്സ് ഓഫ് സ്കെൽട്ടൽ സിസ്റ്റത്തിൽ നമുക്ക് പറയാനുള്ളത്. പിക്ചറൊക്കെ ഓർത്ത് വെക്കുക. ഈ നല്ല ഭംഗിയുള്ള അസ്ഥികൂടത്തിന് ഓർക്കുക. പരീക്ഷയ്ക്ക് ഓർമ്മ വരും, അസ്ഥികൂടത്തിന് മാത്രമേ ഓർമ്മ വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബ്ലറാവരുത്. 2 ടൈപ്പ് ഉണ്ട്, ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലർ. പിന്നെ ഈ 4 പേരെ നിർബന്ധമായിട്ടും പഠിക്കാം. അടുത്ത ടോപ്പിക്കാണ് അതാ സ്ട്രക്ചർ ഓഫ് ബോൺ. ബോണിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോണത്. ബോണിൻ്റെ സ്ട്രക്ചർ, കാർട്ടിലേജ്. ഇത്രയാണ് ആ ഇങ്ങനെ ഇരിക്കുന്ന 2 പേജാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോർഷനാണ്. ബോൺ കൺസ്റ്റിറ്റ്യൂട്ട് 18% ഓഫ് ദ ഹ്യൂമൻ ബോഡി വെയ്റ്റ്. നമ്മുടെ വെയ്റ്റിൻ്റെ, നമ്മൾ വെയ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ 18% എന്താണ്? നമ്മൾ വെയ്റ്റ് നോക്കുമ്പോൾ ആ വെയ്റ്റിൻ്റെ 18% വരുന്നത് നമ്മുടെ ബോണാണ്. ഓക്കെ, 18%. ബോൺസ് പ്രൊവൈഡ് സ്ട്രക്ചർ, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ബോഡി. നമുക്ക് അസ്ഥി ഇല്ലെങ്കിൽ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കിയും. എല്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ജെല്ലുള്ള ഒരു ജന്തുവായിട്ട് നമ്മളവിടെ കിടക്കൂലേ? നമുക്ക് സ്ട്രക്ചർ, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ആളാണ് പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയം ഈസ് ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ഈച്ച് ബോൺ. കണ്ടോ, ഓരോ ബോണിനെയും ഓരോ അസ്ഥിയെയും കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസ്, nerves and lymph vessels are found in the bones. നമ്മളെ ബോൺസിൽ എന്തൊക്കെ ഉണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് പെരിയോസ്റ്റിയം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബ്ലഡ് വെസൽ, ലിംഫ് ഒക്കെ കാണുന്നുണ്ട്, നെർവ് ഒക്കെ കാണുന്നുണ്ട്. അതാണ് എല്ല് പൊട്ടുമ്പോഴൊക്കെ വേദന, നെർവ് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെന്താ? കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻസ് ആൻഡ് സോൾട്ട് പ്രൊവൈഡ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ബോൺസ്. ഈ ബോൺ ഭയങ്കര അല്ലേ, നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഒരാളാണ് എല്ലാം. അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടൂല അല്ലേ, അവിടെ ഇവിടെ ചെന്ന് ഇടിച്ചാലൊന്നും പൊട്ടൂല. അതിന് കാരണം കാൽഷ്യം, ഫോസ്ഫേറ്റ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ ഓർത്ത് വെക്കുക. കാൽഷ്യം, ഫോസ്ഫേറ്റ്, കോളജൻ, പ്രോട്ടീൻസ് ആൻഡ് സോൾട്ട്. ഇത്രയും ആൾക്കാരുണ്ടായതുകൊണ്ടാണ് നല്ല ശക്തിയുള്ള ബോൺ ഉള്ളത്. പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് കവർ ആണെന്ന് ഓർക്കുക. അതാരാന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. എന്താണ്? ബോൺസ് ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺസ്, മേക്ക് ദം സ്ട്രോങ് ആൻഡ് ഫേം ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. ഈ സെൽസ് ആണ് ഇവരെ നല്ല സ്ട്രോങ് ആക്കുന്നത്, ഗ്രോത്തിന് സഹായിക്കുന്നത്, ഇവരെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ആണ്. പെരിയോസ്റ്റിയം ആരാണെന്ന് ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ആരാണ്? പ്രൊട്ടക്ഷൻ, കവർ ചെയ്യുന്ന, സംരക്ഷണം കൊടുക്കുന്ന ആളാണ് പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? കാർട്ടിലേജ്. കാർട്ടിലേജ് എന്താണ്? കാർട്ടിലേജ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാർട്ടിലേജ് എന്താണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. സോഫ്റ്റർ ആണ്, ഫ്ലെക്സിബിൾ ആണ് ബോൺസിനേക്കാൾ. ഓക്കെ, ഇതൊരു കാർട്ടിലേജ് ആണ്. ഇതിങ്ങനെ ആട്ടിക്കളിക്കുക, വല്ലാണ്ട് ആട്ടിക്കളിക്കരുത്, ഷേപ്പ് മാറും. ഇത് കാർട്ടിലേജ് ആണ്. ഓക്കെ, ചിക്കൻ തിന്നുമ്പോൾ ഒരു കറുമുറു സാധനം കഴിക്കുന്ന ഓർത്തുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സാധനം, അത് കാർട്ടിലേജ് ആണ്. അതായത് ബോൺസിനേക്കാൾ എന്താണ്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. എവിടെയൊക്കെ കാണപ്പെടും? ഓർത്ത് വയ്ക്കുക. എൽബോസ്, നീസ്, കാൽമുട്ട്, ആംഗിൾസ്, കാലിൻ്റെ കൈൻ്റെ ആംഗിൾസ്, ടിപ്പ് ഓഫ് റിബിൻ്റെ ഓരോന്നിൻ്റെ ടിപ്പിൽ, വേർട്ടീബ്ര, നമ്മളെ 26 വേർട്ടീബ്രേൻ്റെയും ഇടയ്ക്ക്. ഓക്കെ, പിന്നെന്താണ്? പിന്ന, ഇതാണ് പിന്ന, ഞാൻ പറഞ്ഞില്ലേ പിന്ന. പിന്നെ ടിപ്പ് ഓഫ് നോസ്. ഇത്രയും ഭാഗത്ത് കാണുന്നതൊക്കെ എന്താണ്? കാർട്ടിലേജ്. ഇപ്പോൾ മനസ്സിലായില്ലേ കാർട്ടിലേജ് എന്താണ്? സോഫ്റ്റർ ദാൻ ബോൺ ആണ്, കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, കാർട്ടിലേജസ് പ്രസന്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബോൺസ് റെഡ്യൂസ് ഫ്രിക്ഷൻ ഇൻ ദ ജോയിൻറ്റ്സ്. എന്തിനാണ്?
വെറുതെ ഇങ്ങനെ ഒരാളെ കൊടുത്തിട്ടുള്ളത്? ഇവിടെയൊക്കെ ഇതൊക്കെ ജോയിന്റ് ആണ് അല്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഗേറ്റിന് നമ്മൾ ഒച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീസ് ഒഴിച്ചു കൊടുക്കൂലേ? അതെന്തിനാ? അത് അവിടെ ഫ്രിക്ഷൻ ഇങ്ങനെ കൂട്ടി വരുത്തിയിട്ട് പ്രശ്നമാവുന്നതാണ്. അതേപോലെ നമ്മളത് അനങ്ങണതിനനുസരിച്ച് കൂട്ടി വരുത്തും. ആ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് എല്ലാത്തിൻ്റെ അറ്റത്ത് കാർട്ടിലേജ്. കാർട്ടിലേജ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയതുകൊണ്ട് കൂട്ടി വരുത്തുമ്പോൾ എന്ത് ചെയ്യും? ബോൺ രണ്ടും കൂട്ടി വരുത്തിയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നടക്കൂല്ലേ? പ്രശ്നമാണല്ലേ? അപ്പോൾ കാർട്ടിലേജ് ആകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഒരസൽ കുറയ്ക്കും. ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആർ ആബ്സെന്റ് ഇൻ ദം. ഇവരുടെ പ്രത്യേകത എന്താ? ബ്ലഡ് വെസലും ഇല്ല, നെർവ്സും ഇല്ല. ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ബ്ലഡ് വെസൽ ആൻഡ് ദെയർ ഗ്രോത്ത് ഈസ് സ്ലോവർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ സെൽസ്. ബ്ലഡ് വെസലും നെർവും ഇല്ലാത്തതുകൊണ്ട് ഗ്രോത്ത് എന്താണ്? സാധാരണ സെല്ലിനേക്കാൾ ചെറുതാണ്. അതൊന്നും വല്ലാണ്ട് നോക്കണ്ട. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. റെഡ്യൂസ് ഫ്രിക്ഷൻ ഇൻ ദ ജോയിന്റ്. ജോയിന്റ് ആലോചിച്ചാൽ മനസ്സിലാവാം അല്ലേ? ജോയിന്റിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്ന ആളാണ് എവിടേക്ക് കാണപ്പെടുക? എൽബോ, നീസ്, ആംഗിൾസ്, ടിപ്പ് ഓഫ് റിബ്സ്, വെർട്ടിബ്ര, പിന്ന, ടിപ്പ് ഓഫ് നോസ്. കണക്റ്റീവ് ടിഷ്യൂനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. മറ്റേ ആളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പെരിയോസ്റ്റിയത്തിൻ്റെ കാര്യം മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ്. വാവ്, എന്താണ്? സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. ഇത് ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് വൺ ആണ് എന്ത്? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം. എക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം. കെമിസ്ട്രി പഠിച്ചിട്ടില്ല? എക്സോതെർമിക്, എൻഡോതെർമിക് എന്നൊക്കെ. പുറം. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്. നമ്മൾ ബയോളജി പഠിക്കുക ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ ഓരോ പരിപാടിയാണ്. ഇങ്ങനത്തെ ഓരോ ചെറിയ ടേംസ് ഓർത്ത് വെച്ചാൽ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ വെച്ച് കൂട്ടി ഇതാക്കിയൊക്കെ എഴുതാൻ പറ്റും. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം, എക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്ത്, എൻഡോ എന്ന് പറഞ്ഞാൽ അകത്ത്. അത് ഓർത്ത് വെച്ചിട്ട് ഇനി ഞാൻ പറയണ കേൾക്കുക. ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും? പലതരം സ്കെൽട്ടൻസിനെ കുറിച്ചാണ്, അസ്ഥികൂടത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പലതരം അസ്ഥികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറയുന്നത് വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതോ? അതെന്താ? നോക്കാം. ആരാണത്? ഉദാഹരണതാ ഇവിടെ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്ക്. ഹൈഡ്രൻ്റെയും സ്നെയിലിൻ്റെ ഒക്കെ കാര്യമാണ് ഉദാഹരണത്തിൽ പറയുന്നത്. പിന്നെ വേറൊരാളും കൂടെ ഉണ്ടായിരിക്കും. ഫ്ലൂയിഡ് ഫിൽഡ് ചേമ്പേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ബോഡി ഓഫ് ദ എർത്ത് വോം. അടുത്താരാണ്? മണ്ണിരനൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഫിൽഡ് ആണ്. വെള്ളം പോലത്തെ ഒരു ദ്രാവകമാണ് നിറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് അഥവാ ദ്രാവകം. ഹിയർ വാട്ടർ ഈസ് ദ മീൻസ് ടു മെയിൻറ്റെയിൻ ബോഡി സ്ട്രക്ചർ ആൻഡ് ലോക്കോമോഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന് എന്തില്ല? നമ്മളെ മാതിരി എങ്ങനത്തെ അസ്ഥികളാണ്? ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറയാൻ ഉദ്ദേശിച്ചത് നമ്മളെ പോലത്തെ അല്ല. എന്താണ്? ഫ്ലൂയിഡാണ്, വാട്ടറാണ് എർത്ത് വോമിൻ്റെ ഉള്ളിൽ. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് വിളിക്കുക. എളുപ്പമാണല്ലോ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം, എർത്ത് വോമിനെ ഓർക്കുക. ഓക്കെ, ഫ്ലൂയിഡ് ഫിൽഡ് ബോഡി ഉള്ള ആൾക്കാരെ ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് വിളിക്കും. മറ്റൊരു എക്സാമ്പിളാണ് ഹൈഡ്രയും സ്നെയിലും ഒച്ചൊക്കെ ഇതിന് ഉദാഹരണമാണ്. അത്രയുള്ളൂ ഹൈഡ്രോസ്കെൽട്ടൻ. എക്സോസ്കെൽട്ടൻ അപ്പം എന്തായിരിക്കും? പുറത്തുള്ളത്. പുറത്ത് തോടുള്ളത്. അത് സ്കെൽട്ടൻ. തോടുള്ളത് ആരൊക്കെയാ? നമ്മളെ മറ്റേ ക്രാബില്ലേ? ക്രാബിന് പുറത്ത് തോടില്ലേ? കൂറ. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കോക്രോച്ച് ഇല്ലേ? പാറ്റ. ഇതിൻ്റെയൊക്കെ എന്താണ്? പുറത്തെന്താണ്? തോടാണ്. ഇവരൊക്കെയാണ് എക്സോസ്കെൽട്ടൻ, പുറത്തുള്ളത്. ഹാർഡ് ഷെൽസ് present in crab, mussel, oysters, which is made mainly of calcium carbonate. CaCO3. Calcium carbonate കൊണ്ട് ഉണ്ടാക്കി. And the outer covering of the grasshoppers and cockroaches. Grasshopper അല്ലേ? കോക്രോച്ച്. ഒന്ന് ഓർത്ത് നോക്ക്. ഇവരൊക്കെ പുറത്തൊരു ഔട്ടർ ഇതാണ്. അവരത് കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ക്രാബിൻ്റെ മസിലിൻ്റെ ഒക്കെ പോലെ അത്ര കട്ടിയുള്ളതല്ലല്ലോ. അത് മറ്റവരുടെ ഏതാണ്? ഗ്രാസ് ഹോപ്പറിൻ്റെയും കോക്രോച്ചിൻ്റെയും കുറച്ച് കട്ടി കുറവാണ്. മറ്റവരുടെ അത്ര അല്ല. ഗ്രാസ് ഹോപ്പറിൻ്റെയും കോക്രോച്ചിൻ്റെയും കൈറ്റിൻ കൊണ്ടും ക്രാബ്, മസിൽ, ഓയിസ്റ്ററിൻ്റെ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? എക്സോസ്കെൽട്ടൻ. പേര് ഓർത്ത് വെക്കുക കേട്ടോ, കാണാതെ പഠിക്കരുത്. മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും മറക്കില്ല. എക്സോസ്കെലട്ടൻ, എക്സോ പുറത്തുള്ളതാണ്. ഓക്കെ, ദീസ് കണക്ട് മസിൽസ് ഇൻ റെസ്പെക്റ്റീവ് പ്ലേസസ് ആൻഡ് ഹെൽപ്പ് ഇൻ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ബോഡി. ഇവരുടെ ഇത് മസിലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഏതോ ഒരു സ്ഥലത്ത്. ഓക്കെ, അത് നിങ്ങൾ പറിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്, പാവം ജന്തുക്കളത്. അവരുടെ അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് എക്സോസ്കെൽട്ടൻ. എക്സാമ്പിൾ പഠിച്ച് കേട്ടോ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ. അടുത്താണ് എൻഡോ എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും? ഉള്ളിൽ അസ്ഥിയുള്ള ആളാരാണ്?
നമ്മൾ തന്നെ അല്ലേ, നമ്മളത് ഉള്ളിലാണ്. വെർട്ടിബ്രേറ്റ്സ് നട്ടലുള്ള ആൾക്കാരൊക്കെ ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ഹാവ് എ ഫ്രെയിം വർക്ക് മെയ്ഡ് ഓഫ് കാർട്ടിലേജസ് ആൻഡ് ബോൺസ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ദിസ് മെക്കാനിസം വിച്ച് പ്രൊവൈഡ് ഷേപ്പ് ടു ദ ബോഡി, പ്രൊട്ടക്ട് ഇന്റേണൽ ഓർഗൻ ആൻഡ് ഹെൽപ്പ് ഇൻ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ ഈസ് കോൾഡ് എൻഡോസ്കെൽട്ടൺ. ഇത്ര ചോദിക്കുള്ളൂ, മിക്കവാറും എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുക. ഇനി എക്സാമ്പിൾ അല്ല ഡെഫിനേഷൻ ചോദിച്ചാലും മനസ്സിലാക്കി വെച്ചാൽ സുഖമായിട്ട് എഴുതാൻ പറ്റും. ഹൈഡ്രോസ്കെൽട്ടൺ, ഫ്ലൂയിഡ് ഫിൽഡ്, എർത്ത് വോം, സ്നെയില്, ഹൈഡ്ര. എക്സോസ്കെൽട്ടൺ, ഹാർഡ് ഷെല്ലുള്ളത്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയത്. ഓയിസ്റ്റർ, മസിൽ ക്രാബ്, കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയത്. ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച്. എൻഡോസ്കെൽട്ടൺ ആണെങ്കിൽ എല്ലാ വെർട്ടിബ്രേറ്റ്സും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ ആണല്ലോ. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷനാണിത്, നിർബന്ധമായിട്ടും പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണ്? ജോയിൻസ്. കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. ജോയിന്റ് ഇത് നോക്കി വെച്ചോ, കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചർ തരും, ഇത് എന്താന്ന് ചോദിക്കും. പരീക്ഷയ്ക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമായിട്ട് ഞാൻ പറയുന്നതാണ്, ഞാൻ ഒരു നോക്കിയ പേപ്പറിലൊക്കെ കാണുന്ന ഒരു മണ്ടത്തരാണ്. ഇങ്ങനത്തെ ചിത്രം അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ തന്നിട്ട് റീഡ്രോ ദ ഡയഗ്രാം എന്ന ചോദ്യം തരും. റീഡ്രോ ദ ഡയഗ്രാം എന്നിട്ട് അടുത്ത ചോദ്യമാണ് എന്ത്? ചോദ്യത്തിലായിരിക്കില്ല, മുകളിലായിരിക്കും ഉണ്ടാവുക റീഡ്രോ ദ ഡയഗ്രാം. എന്നിട്ട് എ ക്വസ്റ്റ്യൻ ആയിരിക്കും വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്. ബി ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതെന്തുകൊണ്ട്, അങ്ങനെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡയഗ്രാം ദൈവത്തോർത്ത് വരയ്ക്കാം, കാരണം ഡയഗ്രാം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡയഗ്രാം വരയ്ക്കാൻ 1 മാർക്കുണ്ട്. ഒന്നും അറിയാതിരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഡയഗ്രാം വരയ്ക്കാനുള്ള സമയം ഉണ്ടാവും. അത് കുറച്ച് വൃത്തിക്കും എനിക്കൊക്കെ ആ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് വെറുതെ 1 മാർക്ക് കിട്ടും. പിന്നെ അതെന്താന്നാണ് അറിയേണ്ടത്. അപ്പൊ ചിത്രം നോക്കി പോകുമ്പോൾ അതെന്താന്നും കൂടെ നോക്കി പോവാ പരീക്ഷയ്ക്ക്. ഇതെന്താണ്? ജോയിന്റ് ആണ്, നമ്മുടെ ജോയിന്റിന്റെ ഒരു ചിത്രമാണ്. കണ്ടോ, കൈയിന്റെ കാലിന്റെ ഒക്കെ ജോയിന്റ് ആണ്. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇതാണ് ലിഗമെന്റ്. പിന്നെ ഇവിടെ ഒരു ലിഗമെന്റ്, പിന്നെ ഇതിനെ ഇതാക്കുന്ന ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് ഇവിടെ. പിന്നെന്താണ് ഇവിടെ ഉള്ളത്? കാർട്ടിലേജ്. നമ്മളിപ്പോ പറഞ്ഞ ആള് കണ്ടോ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഇല്ലേ, കൂട്ടുകാരത്തിന് ഫ്രിക്ഷൻ കുറയ്ക്കാൻ. പിന്നെ അവിടെ ഒരു സൈനോവിയൽ മെംബ്രെയിൻ, സൈനോവിയൽ ഫ്ലൂയിഡ്, ബോൺ. ഇതാണ് അസ്ഥി. ഈ ചിത്രം ഓർത്തു വെക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് ബോൺസ്. എന്താ? ബോൺസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ ജോയിന്റ്സ്. ബോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് ആരാണ്? ജോയിന്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ജോയിന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ബോണിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ജോയിന്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അതിലൊരാളെ പഠിച്ചു നമ്മൾ, ലിഗമെന്റ്. ലിഗമെന്റ് തെറ്റാൻ കേട്ടിട്ടില്ലേ? ലിഗമെന്റ് എന്താണ്? ആർ ഫൗണ്ട് കണക്റ്റിംഗ് 2 ബോൺസ്. 2 ബോണുകളെ കണക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇയാളാണ്. കണ്ടോ, ഇതാണ്. ഈ 2 ബോണിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരാളാണ് ലിഗമെന്റ്. ദ ക്യാപ്സ്യൂൾസ് ഇൻ ഇൻസൈഡ് ദിസ് ഹെൽപ്പ് ഇൻ ദ സ്മൂത്ത് മൂവ്മെന്റ് ഓഫ് ബോൺസ്. ലിഗമെന്റിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആളാണ് ക്യാപ്സ്യൂള്. ഈ ക്യാപ്സ്യൂള് ഇവരെ നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, 2 ബോണിനെ കണക്ട് ചെയ്യുന്ന ആളാണ് ലിഗമെന്റ്. പിന്നെ അടുത്ത ആരാണ്? കാർട്ടിലേജ്. അവിടെ നമ്മൾ കാർട്ടിലേജ് കുട്ടൻ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഈസ് ഫൗണ്ട് കവറിങ് ദ ടിപ്പ് ഓഫ് ഈച്ച് ബോൺ. അല്ലേ, കണ്ടോ, ബോണിന്റെ ടിപ്പിനെ കവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് കാർട്ടിലേജ്, നീല. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കും. കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ ചോദിക്കും, ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ സൈനോവിയൽ ഫ്ലൂയിഡ്. ഇതെന്താണ്? 2 ബോണിന്റെ അടുക്കി ഈ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ആളാണ് ഫ്ലൂയിഡ്. ഒരു ലിക്വിഡ് സാധനമാണ്, വെള്ളം മരത്ത സാധനമാണ്. ഇവന്റെ പണി എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കലാണ്. നമ്മൾ ഗ്രീസ് ഒഴിക്കില്ലേ, അതേപോലെയുള്ള ഒരാളാണ്. സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൈനോവിയൽ സെല്ല്. സൈനോവിയൽ ഫ്ലൂയിഡിന് ഉണ്ടാക്കുന്നത് സൈനോവിയൽ സെൽസ് ആണ്. ഇത്ര ആൾക്കാരെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ആരൊക്കെയാ? ലിഗമെന്റ്, കാർട്ടിലേജ്, സൈനോവിയൽ ഫ്ലൂയിഡ്. കാർട്ടിലേജിന്റെ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താ? ഫ്രിക്ഷൻ കുറയ്ക്കുക. ഫ്രിക്ഷൻ ഒരസല്, അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കുറയ്ക്കുക. ലിഗമെന്റ് ആണ് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ആള്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ജോയിന്റ്സ് വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, അടുത്തതാണ് എന്താ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ്. ഓക്കെ, ഇവിടെ ഉണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ്. ഓരോരുത്തരുടെ പേരും ഇതും പറയാം. ആദ്യം നമുക്ക് ആദ്യത്തെ ആളെ നോക്കാം. ആദ്യത്തെ ആളുടെ പേരാണ് എന്ത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. കണ്ടോ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇയാളാണ് ഇത്. കണ്ടോ, ഇവിടെ ഉള്ളത് എന്താണ്? ഒരു ബോളും ഒരു സോക്കറ്റും പോലെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യും. എന്തായിരിക്കും? എല്ലാ ഡിറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ക്ലാസ്സിലൊക്കെ ചില കുട്ടികളുണ്ടാവും, അവർക്ക് ഇങ്ങനെ 2 കൈയും പിടിച്ചിട്ട് ഫുള്ള് ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നമ്മളെ കഴിവിനനുസരിച്ചിരിക്കും. പക്ഷെ ഇതെന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് പറഞ്ഞാൽ എന്താണ്? ഫുൾ റൊട്ടേഷന് സഹായിക്കും. അതാണ് ഒന്നാമത്തെ ആള്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അലൗസ് മൂവ്മെന്റ് ഇൻ ഓൾ ഡിറക്ഷൻ ഇൻക്ലൂഡിങ് റൊട്ടേഷൻ. ഇല്ലേ,
എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ഒരു സോക്കറ്റിൽ ഒരു ബോൾ ഇട്ട പോലെയാണ് ഇങ്ങനെ ഫുള്ള് കറങ്ങും. എവിടെ കാണപ്പെടുക? ഷോൾഡറിലും ഹിപ്പിലും ഉണ്ട്. ഇവിടെ ഇത് രണ്ടും ആണ്. പിന്നെ ഇവിടെ ഹിപ്പിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ലേ? ഇതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. നെക്സ്റ്റ് വണ്ണാണ് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹിഞ്ചിന്റെ മലയാളം എന്താ അറിയോ? വിജാഗിരി. വിജാഗിരി എന്താ അറിയോ? ഈ വാതിൽ തുറക്കുമ്പോൾ വയ്ക്കുന്ന സാധനമല്ലേ, വാതിലിന്റെ ഇടയ്ക്ക് തുറക്കാൻ സഹായിക്കുന്ന, അതാണ് ഹിഞ്ച് ജോയിന്റ്. ഇതാ ഇങ്ങനെയല്ലേ നീക്കാൻ പറ്റൂ? ഇത് ഇപ്പുറത്തേക്ക് തിരിയണമെങ്കിൽ അത് ഒടിക്കണം അല്ലേ? ഇതാണ് ഹിഞ്ച് ജോയിന്റ്. അലൗസ് മൂവ്മെന്റ് ഇൻ വൺ പ്ലെയിൻ. ഒരു പ്ലെയിനിലെ മൂവ് ചെയ്യാൻ പറ്റില്ലേ? ഇങ്ങനെ 180 ഇങ്ങനെ മൂവ് ചെയ്യാം. ഇവിടെ ഇങ്ങോട്ട് പറ്റുമോ? ഇത് ഒടിച്ചാൽ ചിലപ്പോൾ പോകും അല്ലേ? അതാണ് ഹിഞ്ച് ജോയിന്റിന്റെ പണി. വിജാഗിരി പോലെ. വിജാഗിരി വാതിൽ ഇങ്ങനെയല്ലേ തുറക്കുള്ളൂ? ഇങ്ങനെയല്ലേ വാതിൽ തുറക്കുള്ളൂ? എവിടെയൊക്കെ ഉണ്ടാവുക? എൽബോ, നീ, ഫിംഗേഴ്സ്, ടോസ്, ഇവിടെയൊക്കെ കാണപ്പെടും. നെക്സ്റ്റ് വണ്ണാണ് എന്ത്? പിവറ്റ് ജോയിന്റ്. ഇതാണ് പിവറ്റ് ജോയിന്റ്. കണ്ടല്ലോ, ചിത്രം കൂടെ ഓർത്ത് വെക്കുക. എന്താണെന്ന് ചോദിക്കും. ഇതാണ് പിവറ്റ് ജോയിന്റ്. റൊട്ടേഷണൽ മൂവ്മെന്റ് അറൗണ്ട് സെൻട്രൽ ആക്സിസ്. ഇവിടുന്ന് ഇത്ര ഉണ്ടാവുള്ളൂ. സി, കണ്ടില്ലേ? സെൻട്രൽ ആക്സിസിന് റൊട്ടേഷണൽ മൂവ്മെന്റ്. മൂവിക്കൊക്കെ ഫുള്ള് തിരിയാം, നമുക്ക് ഫുള്ള് തിരിയാൻ പറ്റില്ല. അതെവിടെയാണ്? നെക്കിൽ, അഥവാ അറ്റ്ലസ് ആക്സിസ്, റേഡിയസ്, അൾന പോർഷൻസിൽ. നെക്സ്റ്റ് വൺ ഗ്ലൈഡിങ് ജോയിന്റ്. ഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൈഡ് ചെയ്ത് പോവാ, അഥവാ സ്ലൈഡ് ചെയ്ത് പോവാ. എവിടെയാണ്? ഇതാണ് ഗ്ലൈഡിങ് ജോയിന്റ്. ഇതാണ് ഗ്ലൈഡിങ് ജോയിന്റ്. ഗ്ലൈഡിങ് ജോയിന്റ് എന്താണ്? ലിമിറ്റഡ് സ്ലൈഡിങ് ആൻഡ് ഗ്ലൈഡിങ്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്ലൈഡിങ്ങും ഗ്ലൈഡിങ്. കാർപ്പൽസ് ആണ്. കാർപ്പൽസ് അഥവാ റിസ്റ്റ്. ടാർസൽസ് അഥവാ നമ്മുടെ ആംഗിൾസ്. പിന്നെ ബിറ്റ്വീൻ വേർട്ടീബ്ര, നട്ടെല്ലിൻ്റെ ഇടയ്ക്കും. ഓക്കെ, 4 ജോയിന്റിന്റെ പേരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പേര് പഠിച്ചാൽ ജോയിന്റ് ഏതാണെന്നും കിട്ടും. പിക്ചർ ഓർത്ത് വെക്കുക. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്, ഗ്ലൈഡിങ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, പിവറ്റ്, ഗ്ലൈഡിങ്. ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ 1 പ്ലെയിൻ ആയിരിക്കും. എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. പിവറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആക്സിസിന് ഇങ്ങനെയായിരിക്കും റൊട്ടേഷൻ സഹായിക്കുക. പിന്നെ ഗ്ലൈഡിങ് ജോയിന്റ് ഗ്ലൈഡ് ചെയ്യാനും സ്ലൈഡ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ജോയിന്റ്സ് നമ്മൾ പഠിച്ചല്ലോ. 4 ജോയിന്റ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വണ്ണാണ് ബോഡി ഗ്രോത്ത് ആൻഡ് ബോൺ ഡെവലപ്മെൻറ്റ്. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഒരു ബോക്സിൽ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇത് ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. നമ്മളെ ബോഡി ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ബോൺസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ അടുത്ത് എഴുതിയിട്ടുള്ളൂ. ഫുഡ് റിച്ച് ഇൻ കാൽഷ്യം. എന്താ കഴിക്കണം അല്ലേ? പാല്. വീട്ടുകാരൊക്കെ ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ പറഞ്ഞാൽ പാല് കുടിക്കും, മുട്ട തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ കൂടി പാലൊക്കെ കുടിപ്പിക്കും അല്ലേ? എന്താണ്? ഡയറി പ്രോഡക്റ്റ് അഥവാ മിൽക്ക്, യോഗട്ട്, ബട്ടർ, ഇതൊക്കെ നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് കാൽഷ്യം കിട്ടുന്ന ഒരു സോഴ്സാണ്. സോഴ്സ് ഓഫ് കാൽഷ്യമാണ് ഇവരൊക്കെ. ഫിഷ്, ലീഫി വെജിറ്റബിൾസ്, മീനും പിന്നെ പച്ച ഇലകൾ, അങ്ങനത്തെ സാധനങ്ങൾ, പച്ചക്കറികൾ ഒക്കെ ഇതിന് സഹായിക്കുന്ന ആൾക്കാരാണ്. പിന്നെന്താണ്? ബോണിൻ്റെ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരാളാണ് കാൽഷ്യം, മറ്റൊരാളാണ് വൈറ്റമിൻ ഡി എന്ന് പറയും. നെസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. ഈ കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ ആര് വേണം? വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി മെയിനായിട്ട് കിട്ടുന്നത് എവിടെയാണ്? വെള്ളത്തിറങ്ങിക്കൂല്ലേ നമ്മൾ. ഫോർ നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി ഇൻ ദ സ്കിൻ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് എക്സ്പോസസ് ടു സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ എപ്പോഴും അകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കാതെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക? സൂര്യപ്രകാശത്തിൽ നമ്മുടെ എക്സ്പോസ് ചെയ്യുന്ന രീതിക്കുള്ള ആക്ടിവിറ്റീസ്, സ്പോർട്സ് അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക. കാൽഷ്യം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. കാൽഷ്യം ബോഡി അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻ ഡി വേണം. നെക്സ്റ്റ് വൺ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? വൈറ്റമിൻ ഡി കിട്ടുന്ന മറ്റു മാർഗങ്ങളാണ് എഗ്ഗ്, ഫിഷ്, മുട്ട, മുട്ട, പിന്നെ സാർഡീൻ, മാക്രൽ, മത്തിയൊക്കെ പോലുള്ള മീൻ കഴിക്കാം. പിന്നെ സിൻസ് പ്രോട്ടീൻ പ്രോട്ടീൻ നമ്മൾ ജിം ബ്രോസിനൊക്കെ സ്ഥിരം അറിയുന്ന കാര്യങ്ങളല്ലേ. ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ നോളജ് ഉണ്ടാവും. നമ്മളെല്ലാവരും പ്രോട്ടീൻ കഴിക്കണം. എന്താണ്? ബോൺ ഡെവലപ്മെൻറ്റിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പ്രോട്ടീൻ. ബോൺ ഡെവലപ്മെൻറ്റിന് മസിൽ ഉണ്ടാവാനൊക്കെ നമ്മൾ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കില്ല, അല്ലെങ്കിൽ ചിക്കൻ, അങ്ങനത്തെ പ്രോട്ടീനുള്ള സാധനങ്ങൾ. മീറ്റ്, ബീൻസ്, പീസ്, ഇതിലൊക്കെ ഉണ്ട്. ചിക്കനിൽ മാത്രമല്ല, ബീന്, പയറുവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. ആരൊക്കെയാ? കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ. ഇത്രയും പേരെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതാണ് ബോൺ ഡെവലപ്പ്. ചോദിക്കട്ടോ, ചിലപ്പോൾ ഒരു കുറച്ച് മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് എന്താ? വൺ ഓഫ് ദി
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, ഡിസോർഡേഴ്സ് ഓഫ് ബോൺസ് ആൻഡ് മസിൽസ്. ബോണിനും മസിലിനും ഉണ്ടാകുന്ന ഡിസോർഡറുകൾ. കുറേ ഡിസോർഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആകെ 4 എണ്ണേ പഠിക്കാനുള്ളൂ. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ 4 ഡിസോർഡേഴ്സ് ആണ് ഇവിടെ പറയാൻ പോണത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണിത്. ഇത് 4 പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണ്ട. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഫസ്റ്റ് പറയാനുള്ള സാധനമാണ് എന്ത്, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. Osteoporosis, okay, condition in which parts of the bones get damaged and the density of bones deteriorates. Bones എന്തായിട്ട് മാറും, പോറസ് ആയിട്ട്. നോക്കൂ, ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ബോണും അല്ലാത്തൊരു ബോൺ കണ്ടു പോറസ് ആയിട്ട് മാറും. അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് പെട്ടെന്ന് എല്ല് തേയ്മാനം സംഭവിക്കുന്നു. ഇതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. വയസ്സായ ആളുകളിലൊക്കെ കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. കൂടുതലും വയസ്സായ ആളുകളിലാണ് കാണപ്പെടുക. ഇതിന് കാരണം പ്രോട്ടീൻ, കാൽഷ്യം, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലുള്ളതാണ്. ഇപ്പം ചിലപ്പോൾ കാണാൻ പറ്റില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി കുറയുക, ബോൺ ഡിറ്റീരിയോറേറ്റ്. ഈ 2 വാക്കും അതിൽ വേണം, പോറസ് ആവുക. ഓക്കെ, ഡെൻസിറ്റി കുറഞ്ഞ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് ബോൺ പോറസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയുന്നതാണ്. കാരണങ്ങളാണ് പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ ഡെഫിഷ്യൻസി. അടുത്തതാണ് റ്യൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ, കൂടുതലും സ്ത്രീകളിൽ കാണപ്പെടുന്ന, ഒരു വയസ്സായ അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും കാണപ്പെടുന്ന, മുട്ടുവേദനയ്ക്കൊക്കെ മരുന്ന് കഴിക്കുന്ന അമ്മമാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മരുന്ന് എടുത്തിട്ട് ഒന്ന് ChatGPTയിലോ ഗൂഗിളിലോ അടിച്ചു നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ മരുന്ന് എന്തിനാണ്. മെജോറിറ്റിയും മിക്കവാറും എന്തായിരിക്കും, പല ആർത്രൈറ്റിസിന് വേണ്ടിയിട്ടുള്ള മരുന്നായിരിക്കും. ഇന്ന് ഇപ്പം തന്നെ പോയി നോക്കിക്കോളി, റ്യൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇൻ സം പീപ്പിൾ the immune system may destroy their cartilage and synovial membrane. ഓക്കെ, അവരുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം അവരുടെ കാർട്ടിലേജിനെയും സൈനോവിയൽ മെംബ്രെയിനെയും ഡിസ്ട്രോയ് ചെയ്യും. കാർട്ടിലേജ് ഇല്ലെങ്കിൽ അവസ്ഥ എന്താണ്, കാർട്ടിലേജിൻ്റെ പണി എന്താണ്, ഫ്രിക്ഷൻ കുറയ്ക്കുക. സൈനോവിയൽ മെംബ്രെയിൻ്റെ പണി എന്താണ്, ഫ്ലൂയിഡിൻ്റെ പണി എന്താണ്, ഫ്രിക്ഷൻ കുറയ്ക്കുക. ഇത് രണ്ടും നശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, നടക്കുമ്പോഴൊക്കെ ബോൺസ് കൂട്ടി വരുത്തുമ്പോൾ ഇത് പൊട്ടും. കാരണം അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കും. കാരണം എന്താണ്, അതിങ്ങനെ ഒരതി പോകുന്നതാണ്. അതിന് അത് സംഭവിക്കാതിരിക്കാൻ സഹായിക്കുന്ന ആളാണ് കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് സൈനോവിയൽ മെംബ്രെയിൻ നഷ്ടപ്പെട്ടു പോവുകയാണ് റ്യൂമറ്റോയിഡ് ആർത്രൈറ്റിസിൽ സംഭവിക്കുന്നത്. ഒബ്വിയസ്ലി എന്തുണ്ടായിരിക്കും, വേദന ഉണ്ടായിരിക്കും, നല്ല നീര് വന്നിരിക്കും. ഓക്കെ, ഇത് കൂടുതലും സ്ത്രീകളിലാണ്, പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ പോറസ് ആയിട്ട് മാറുക, ഡെൻസിറ്റി ഡിറ്റീരിയോറേറ്റ് ചെയ്യുക. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം കാർട്ടിലേജിനെയും സൈനോവിയൽ മെംബ്രെയിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 എണ്ണം പഠിച്ചു. ഇനി അടുത്താണ് മസ്കുലാർ ഡിസ്ട്രോഫി. ഇതെന്താണ്, നിങ്ങൾക്ക് ആകെ കുറച്ചേ പഠിക്കാനുള്ളൂ. ഈ പോയിന്റ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. മസിൽസ് ഡാമേജ് ആവുന്ന ഒരു അവസ്ഥയാണ്. പല റീസൺസ് ആണ് മസിൽസ് ഗെറ്റ് ഡാമേജ്ഡ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡാമേജ് ആകുമ്പോൾ മസിൽസ് വീക്ക് ആവുന്നു. കൂടുതലും ബോയ്സിലാണ് കാണപ്പെടുന്നത്. പിന്നെ എന്താണ്, ജീൻസിൽ ഉണ്ടാവുന്ന, ജനറ്റിക് ആയിട്ടുണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കും. ഓക്കെ, മസിൽസ് ഡാമേജ് ആവുന്നു, മസിൽസ് വീക്ക് ആവുന്നു, ബോയ്സിലാണ് കാണപ്പെടുക, ജീൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണ്. നെക്സ്റ്റ് വൺ, സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി സംഭവിക്കുന്നതാണ്. എന്താണ്, സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെന്റ്. നമുക്ക് ഫുട്ബോൾ കളിക്കുന്നവർക്ക് കൂടുതലായിട്ടും സംഭവിച്ചിട്ടുണ്ടാവേണ്ട ഒരു കാര്യമാണ് ഈ സ്പ്രെയിൻ എന്ന് പറയുന്നത്. എന്താണ്, ലിഗമെന്റ് എന്ന് പറയുന്ന ആരാണ്, 2 ജോയിന്റിനൊക്കെ കണക്ട് ചെയ്യുന്ന, 2 ജോയിന്റിനെ കണക്ട് ചെയ്യുന്ന അവിടുത്തെ ആളാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും ഒന്നെങ്കിൽ അത് പൊട്ടും, അല്ലെങ്കിൽ അത് സ്ട്രെയിൻ ആവുക, അല്ലെങ്കിൽ സ്ട്രെച്ച് ആവുക ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. ദിസ് യൂഷ്വലി എഫക്ട് ദ ജോയിന്റ്സ് ഇൻ ദ ആംഗിൾ, റിസ്റ്റ്, നീ. കൂടുതലും ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ ആംഗിളിൽ ഉണ്ടാകുന്ന സംഭവമാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. പെയിന്, സ്വെല്ലിങ്, ബ്രൂസ്, ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ഇൻ ജോയിൻസ്, ഇതൊക്കെയാണ് എൻ്റെ സിംറ്റംസ്. നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ 4 അസുഖങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്, ഓസ്റ്റിയോപൊറോസിസ്, റ്യൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, പിന്നെ എന്താണ്, മസ്കുലാർ ഡിസ്ട്രോഫി ആൻഡ് സ്പ്രെയിൻ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. നെക്സ്റ്റ് വൺ എന്താണ്, ഡിസ്ക് പ്രോലാപ്സ്. ഡിസ്ക് തെറ്റാന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ്, നമ്മളെ ഇവിടെ എന്തുണ്ട്, വെർട്ടീബ്ര ഉണ്ട് അല്ലേ? ഈ വെർട്ടീബ്ര, the wearing of the vertebra, sudden shock and continuous strain on the vertebral column can cause the bulging out of the gel part inside the vertebral disc. Vertebral discൻ്റെ ഉള്ളിൽ ഒരു ജെൽ പാർട്ടുകൾ ഉണ്ടായിരിക്കും, ഫ്രിക്ഷൻ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. ചില എന്തെങ്കിലുമൊക്കെ കാരണം, ഒന്നെങ്കിൽ സഡൻ ഷോക്ക് ആയിരിക്കും, എവിടെയെങ്കിലും പെട്ടെന്ന് വീണിട്ടുണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് തേയ്മാനം സംഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ജെല്ല് ബൾജ് ചെയ്ത് വരും.
ഈ ജെല്ല് ബൾജ് ചെയ്ത് വരുന്നതിനെയാണ് ഡിസ്ക് പ്രോലാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആസ് ദിസ് ബൾജിങ് കോസസ് പ്രഷർ ഇൻ ദ സ്പൈനൽ നെർവ് ഇറ്റ് റിസൾട്ട് ഇൻ നംനെസ് ആൻഡ് പെയിൻ ഇൻ ദ ബോഡി പാർട്ട്. നമ്മുടെ സ്പൈനൽ നെർവിന് അതെന്ത് ചെയ്യുന്നു, ബാക്കിലെ നെർവിന് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മൾ ചില ഭാഗങ്ങളിൽ നംനെസ്, എന്ന് പറഞ്ഞാൽ വേദന അറിയാത്ത ഒരു തരിപ്പ് വരികയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേദന വരാനൊക്കെ സാധ്യതയുണ്ട്. ഇഫ് ഇറ്റ് അഗ്രവേറ്റ് ഇറ്റ് വിൽ കോസ് സിവിയർ ബാക്ക് പെയിൻ. ചിലർക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടാവാനൊക്കെ കാരണം ഡിസ്ക് പ്രോലാപ്സ് ആയിരിക്കും. കാല് വീക്കാവും. പിന്നെന്താണ്, ലോസ് ഓഫ് സെൻസേഷൻ. അവിടെ നിന്നിട്ടുള്ള സെൻസേഷൻ നഷ്ടപ്പെടും. കാരണം നമ്മുടെ സ്പൈനൽ നെർവാണ് നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ സെൻസേഷൻ കൊടുക്കാൻ സഹായിക്കുന്നത്. ഡിസ്ക് പ്രോലാപ്സ് ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ്, ഇത്ര ഭാഗം പഠിച്ചു വയ്ക്കാം. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ. എന്താണ്, മൂവ്മെൻറ്റ് ഇൻ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്. നമ്മൾ സുവോളജിൻ്റെ എല്ലാത്തിൻ്റെ ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു ബോട്ടണി പോർഷൻ ഉണ്ടല്ലോ, അതാണിത്. എന്താണ്, കുറച്ച് ചെറുതുള്ളൂ, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം തന്നെ ശ്രദ്ധിച്ചിരുന്ന ഇപ്പം തന്നെ പഠിച്ചു പോവാം. എന്താണ്, പ്ലാൻ മൂവ്മെൻറ്റ് ഒക്കെ അക്കോർഡിംഗ് ടു സ്റ്റിമുലൈ. ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോഴാണ് പ്ലാന്റ്സ് മൂവ് ചെയ്യുക, അല്ലാതെ അവർ സ്വന്തമായിട്ട് ചാടി അപ്പുറത്തേക്കൊന്നും പോവില്ല. ദ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇൻസ്റ്റിഗേഷൻ ദാറ്റ് ഇവോക്ക് എ റെസ്പോൺസ് ഇൻ ലിവിങ് ഓർഗാനിസം ഈസ് കോൾഡ് സ്റ്റിമുലസ്. അതായത് ഇപ്പോൾ മനുഷ്യന്മാരിൽ ഇതിലൊരു സ്റ്റിമുലസിന് എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ചു അതിൻ്റെ അടുത്ത് ഞാൻ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചു. ഇങ്ങനെ പിടിച്ചു വെക്കോ? അവിടെ ഒന്നും ഇല്ല, സെൻസേഷൻ ഒന്നും ഇല്ലേ, പിടിച്ചു വെക്കാം. നമ്മൾ വലിക്കും ഇല്ലേ? അതിനെ ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നു. പ്ലാന്റ്സിന് അപ്പോൾ സ്റ്റിമുലസ് ആയിട്ട് വരുന്നത് ആരായിരിക്കും? മെയിനായിട്ട് വരുന്ന ആളാരാണ്? സൂര്യപ്രകാശം അല്ലേ? സൂര്യപ്രകാശത്തിന് നേരെ ഇങ്ങനെ പോണാണ്. അതിന് എക്സാമ്പിളാണ് സ്റ്റിമുലസ്. എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇൻസ്റ്റിഗേഷൻ ദാറ്റ് ഇവോക്ക് എ റെസ്പോൺസ് ഇൻ ലിവിങ് ഓർഗാനിസംസ് ഈസ് കോൾഡ് സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനം. ലൈറ്റ്, വാട്ടർ, ഗ്രാവിറ്റി, ടച്ച്, കെമിക്കൽ സബ്സ്റ്റൻസ്, ഇതൊക്കെ എന്താണ്, സ്റ്റിമുലസിന് എക്സാമ്പിളാണ്. പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ലൈറ്റ്, സൂര്യപ്രകാശം, വെള്ളത്തിൻ്റെ അനുസരിച്ച് വേര് പോവില്ലേ, വെള്ളം തിരഞ്ഞാണ് വേര് പോവുക. പിന്നെന്താണ്, ഗ്രാവിറ്റി, ചെടി താഴത്തേക്കാണ് വളരുക. പിന്നെ എന്താണ്, വേര് താഴത്തേക്ക് പോകാൻ കാരണം എന്താണ്, ഗ്രാവിറ്റിയാണ്. ടച്ച് മീനോട്ടില്ലേ, തൊട്ടാവാടിയൊക്കെ തൊട്ടാവാടും. പിന്നെ കെമിക്കൽ സബ്സ്റ്റൻസ് ഉദ്ദേശിച്ചത് നമ്മൾ ഈ ചെടികൾക്ക് പൂവിടാനും പിന്നെ കായാവാനൊക്കെ എന്താണ്, കെമിക്കൽ സബ്സ്റ്റൻസ്, പോളൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ. പ്ലാന്റ് മൂവ്മെന്റ്സ് മെയിനായിട്ട് രണ്ടെണ്ണമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, കാണാണ്ടല്ലോ, ട്രോപ്പിക് മൂവ്മെന്റും നാസ്റ്റിക് മൂവ്മെന്റും. ഓക്കെ, ട്രോപ്പിക് മൂവ്മെന്റ് പറഞ്ഞാൽ മൂവ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. ഏതെങ്കിലും ഒരു സ്റ്റിമുലസിന്റെ നേരെയായിട്ട് അതിനെ അക്കോർഡ് ചെയ്തിട്ട് സൂര്യപ്രകാശത്തിന് നേരെ വളരാം, അതിനാണ് ട്രോപ്പിക് മൂവ്മെന്റ്. നാസ്റ്റിക് മൂവ്മെന്റ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസിന്റെ ഡിറക്ഷനിൽ അല്ലാതെ മൂവ് ചെയ്യുന്നതിനാണ് നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ട്രോപ്പിക് മൂവ്മെന്റ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള 5 തരം ട്രോപ്പിക് മൂവ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹാപ്റ്റോട്രോപ്പിസം, കീമോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം. ടെക്സ്റ്റിൽ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് നോക്കി പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഹാപ്റ്റോട്രോപ്പിസം എന്താണ്? ഇതെന്താണ്, ഈ മത്തന്റെ ഇതിന്റെ വള്ളി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ പിടിച്ചു പറ്റി കയറുന്നതാണ്. ഹാപ്റ്റോട്രോപ്പിസം എന്താണ്, ടച്ചാണ് അല്ലേ? മത്തന്റെ വള്ളി, കോവയ്ക്ക വള്ളി, ഇതൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും കമ്പ് വെച്ചു കൊടുത്ത പയറൊക്കെ അതുമ്പോൾ പിടിച്ചു കയറും. അതിനാണ് ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറഞ്ഞത്. ടച്ചിനനുസരിച്ച് മൂവ് ചെയ്യുന്നത്. അവിടെ തന്നെ ടെക്സ്റ്റിലൊരു ബോക്സ് ഉണ്ട്, അത് നോക്കി അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വൺ കീമോട്രോപ്പിസം, എന്തെങ്കിലുമൊക്കെ കെമിക്കലിനനുസരിച്ച് മൂവ് ചെയ്യുന്നത്. കെമിക്കൽസ്, അതായത് ഇതെന്താണ്, ഒരു ഓവറിയാണ്, ഒരു ചെടീൻ്റെ ഓവറി പോർഷനാണ് ഉള്ളത് ഇവിടെ. അതെന്താണ്, അതിനനുസരിച്ച് ആ ഒരു 2 കെമിക്കലിനനുസരിച്ചാണ് നമ്മൾ അവിടെ റീപ്രൊഡക്ഷൻ്റെ ഒരു ബേസിസിൽ പറയുകയാണ്, റീപ്രൊഡക്ഷൻ്റെ കേസിൽ വരുന്ന കാര്യമാണ്. പിന്നെ ഉള്ളത് എന്താണ്, ഫോട്ടോട്രോപ്പിസം. ഫോട്ടോ എന്താ, ലൈറ്റിനനുസരിച്ച് നമ്മൾ പറഞ്ഞു. മണി പ്ലാന്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അതായത് സൂര്യപ്രകാശത്തിന് നേരെ ചെടി വളരുന്ന കേസ്. പിന്നെയുള്ള എന്താണ്, ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഭൂഗുരുത്വാകർഷണം, ഗ്രാവിറ്റിക്ക് അനുസരിച്ചാണ് ജിയോട്രോപ്പിസം വരുന്നത്. കണ്ടോ, ഒരു ചെടി നോക്ക്, സൂര്യപ്രകാശം നേരെ മുകളിലേക്ക് വളരുന്നുണ്ടെങ്കിൽ ആ വേര് എങ്ങോട്ടാ വരുന്നത് നോക്ക്, താഴത്തേക്കാണ്, ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണം. പിന്നെ ഹൈഡ്രോട്രോപ്പിസം ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈഡ്രോസ്കെൽട്ടൺ ഒക്കെ പറഞ്ഞു. എന്താണ്, വാട്ടറിനനുസരിച്ച്. കണ്ടോ, ഏതൊരു ചെടിയാണെങ്കിലും വെള്ളത്തിനനുസരിച്ചായിരിക്കും അത് പോവുക. വെള്ളം എവിടെയാണോ വെള്ളം തിരഞ്ഞിട്ടായിരിക്കും പോവുക. അപ്പോൾ
പ്ലാന്റ് മൂവ്മെന്റിൽ ട്രോപ്പിക് മൂവ്മെന്റ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇത്രയും സാധനങ്ങൾ. 5 എക്സാമ്പിൾ ഉണ്ട്. ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം, കീമോട്രോപ്പിസം. 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുമല്ലോ. 5 എണ്ണം എങ്ങനെയായിരിക്കും, പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തായിരിക്കും? ഇപ്പൊ ഹാപ്റ്റോട്രോപ്പിസത്തിന്റെ സ്റ്റിമുലസ് എന്താണെന്ന് ചോദിക്കും. സ്റ്റിമുലസ് എന്താ? ഹാപ്റ്റോട്രോപ്പിസത്തിന്റെ സ്റ്റിമുലസ് എന്താ? ടച്ച് അല്ലേ? അതേപോലെ കീമോട്രോപ്പിസത്തിൽ വരുന്ന സ്റ്റിമുലസ് എന്താ? കെമിക്കലാണ്. ഫോട്ടോട്രോപ്പിസത്തിൽ വരുന്ന സ്റ്റിമുലസ് എന്താണ്? ലൈറ്റ് ആണ്. ജിയോട്രോപ്പിസത്തിൽ വരുന്ന സ്റ്റിമുലസ് എന്താണ്? ഗ്രാവിറ്റി ആണ്. ഹൈഡ്രോട്രോപ്പിസത്തിൽ വരുന്നത് വാട്ടർ. ഇത്രയും പോർഷൻസ് ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പം നിങ്ങൾ ഈ ചാപ്റ്ററിൽ 4th ചാപ്റ്ററിൽ ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ്സ് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് പഠിച്ചാൽ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം അല്ലേ? കുറച്ച് പോർഷൻസ് ഉള്ളൂ. വളരെ ഒരു വലിയ എന്താ പറയുക, കുറേ പേജും കുറേ ചിത്രവും കുറേ അക്ഷരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആകെ പഠിക്കാനുള്ള പോർഷൻസ് കുറച്ചുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത്രയും പോർഷൻസ് മറക്കാതെ നല്ല വൃത്തിക്ക് പഠിച്ചു പോയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്മളെ 4th ചാപ്റ്റർ ഓവർ ആയിട്ടുണ്ട്. താങ്ക് യു.